ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് സയൻസിൻ്റെ 4th ചാപ്റ്ററാണ് നോക്കുന്നത്, ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഓണത്തിന് പൂക്കളൊക്കെ ഇട്ടോ? എല്ലാവരും ഇട്ട് കാണും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, അതായത് ഫ്ലവേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചാപ്റ്റർ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് നമുക്ക് ഫുൾ മാർക്ക് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അത് പിറ്റേ ദിവസം വീഡിയോ കാണുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വേണം കേൾക്കാനായിട്ട്. അപ്പം നമുക്കൊന്ന് തുടങ്ങിയാലോ? അപ്പം എല്ലാവർക്കും ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഒത്തിരി ഫ്ലവറൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിൻ്റെയൊക്കെ പടം കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇതെന്തൊക്കെ ഫ്ലവറാന്ന്. അപ്പോൾ ആദ്യം കാണുന്ന ഫ്ലവർ എന്താ? നിങ്ങളുടെ വീട്ടിൽ ഈ പറമ്പിലൊക്കെ കാണാമല്ലോ, മുക്കുറ്റി. ഓക്കെ, രണ്ടാമത്തെ എന്താ? എല്ലാവർക്കും അറിയാവുന്ന ഫ്ലവർ ആലോ, ഒന്ന് പറഞ്ഞു എല്ലാവരും. എന്ത് ഫ്ലവറാ? തുമ്പപ്പൂവില്ലേ. ഇനി മൂന്നാമത്തെയോ? തൊട്ടാവാടി. വെരി ഗുഡ്. അപ്പോൾ തൊട്ടാവാടിയൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണൂല്ലേ. ഇനി നാലാമത്തെ ഫിഗർ എന്താ? കണിക്കൊന്നയാലേ. അപ്പോൾ ഇവിടെ എഴുതി തരാവേ. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് എന്താണ്, അപ്പം നമുക്കിത് അറിയാവുന്ന പടങ്ങളാലേ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എഴുതി തരാം. അപ്പോൾ ഈ തുമ്പപ്പൂവിനെ നമ്മൾ എന്ത് പറയുന്നോ? തുമ്പപ്പൂവിന് പറയുന്ന പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? തുമ്പപ്പൂവിന് നമ്മൾ ഓസിമം. ഒരു സെക്കൻഡ് കേട്ടോ. ഓസിമം. ഓക്കെ, ഇനി മൂന്നാമത് കാണുന്ന തൊട്ടാവാടിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്നറിയോ? എന്താ പറയുന്നേ? ടച്ച് മീ നോട്ട്. നല്ല രസമുണ്ടല്ലേ പേര് കേൾക്കാനായിട്ട്. ടച്ച് മീ നോട്ട്. ഓക്കെ, ഇനി നാലാമത് കാണുന്നതിനോ? നമ്മൾ കണിക്കൊന്ന. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതായത് നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നോ? നിങ്ങളുടെ വീട്ടിലുള്ള ഫ്ലവറൊക്കെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ടേ അവരുടെ കളറ്, അവരുടെ ഫ്രാഗ്രൻസ്, അതായത് എന്താ, അവർക്ക് സ്മെല്ലുണ്ടോ അല്ലെങ്കിൽ സ്മെല്ലില്ലയോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെ സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? സിംഗിൾ ഫ്ലവർ എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ റോസാപ്പൂവും ചെത്തിപ്പൂവും തമ്മിൽ എന്താ വ്യത്യാസം? റോസാപ്പൂ ഒറ്റ ഒരെണ്ണാലേ ഉള്ളൂ. ഈ എന്താണ് ചെത്തിപ്പൂ എന്ന് വെച്ചാൽ ആ ഫ്ലവറിൽ ഇഷ്ടം പോലെ കുഞ്ഞു ഫ്ലവേഴ്സ് കാണൂലേ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? ഇൻഫ്ലോറസൻസ്. നിങ്ങൾ കണിക്കൊന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൊലയിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് കാണത്തില്ലേ? അപ്പോൾ അതാണ് ഇൻഫ്ലോറസൻസും സിംഗിൾ ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്പർ ഓഫ് പെറ്റൽസ്, ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ അതിൽ പെറ്റൽസിൻ്റെ എണ്ണം കുറേ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഏതാണ്? റോസ്. കളർ എന്താ? റെഡ്. ഫ്രാഗ്രൻസ്, സ്മെല്ലില്ലേ, മണമില്ലേ. അപ്പോൾ ഹാവ് സ്മെൽ. സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? റോസാപ്പൂ ഒറ്റ ഒരെണ്ണയല്ലേ. ഓക്കെ, അപ്പോൾ സിംഗിൾ ഫ്ലവർ. നമ്പർ ഓഫ് പെറ്റൽസ്, ഇഷ്ടം പോലെ പെറ്റൽസ് ഉണ്ടല്ലേ. ഇനി വേറൊരു ഫ്ലവറിൻ്റെ പേര് പറയാമോ? നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നല്ല സ്മെല്ലുള്ള, സോറി കേട്ടോ, നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ജാസ്മിൻ. ഓക്കെ, അപ്പം ജാസ്മിൻ്റെ കളർ എന്താ? വൈറ്റാലേ. നമുക്കറിയാം വൈറ്റ്. സ്മെല്ലുണ്ടോ? അല്ലേ, മുല്ലപ്പൂവിന് എന്ത് സ്മെല്ലല്ലേ. അപ്പോൾ ഹാവ് സ്മെല്ല്. ഇനി സിംഗിൾ ഫ്ലവർ ആണോ അതോ ഇൻഫ്ലോറസൻസ് ആണോ? സിംഗിൾ ഫ്ലവർ അല്ലേ. അപ്പോൾ സിംഗിൾ ഫ്ലവർ. ഓക്കെ, ഇനി നമ്പർ ഓഫ് പെറ്റൽസ് കുറേ കാണുമല്ലോ. അപ്പോൾ എന്താണ്? മെനി പെറ്റൽസ്. മെനി പെറ്റൽസ്. ഓക്കെ ആണോ? വേറൊരു ഫ്ലവർ ഏതാ?
ഒരെണ്ണം ഒന്ന് പറഞ്ഞേ. ലോട്ടസ്. ലോട്ടസ് എന്ന് ചിന്തിച്ചവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ലോട്ടസിൻ്റെ കളർ എന്താ? നമുക്ക് റെഡ് കൊടുക്കാം. പല കളർ ഉണ്ടല്ലേ. സ്മെല്ലുണ്ടോ? സ്മെല്ലുണ്ടോ? നോ സ്മെല്ലില്ലല്ലോ. ഓക്കെ, ഇനി സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? ഉറപ്പാല്ലേ സിംഗിൾ ഫ്ലവർ ആണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഫ്ലവർ. ഇനി നമ്പർ ഓഫ് പെറ്റൽസോ? മെനി പെറ്റൽസ് ഉണ്ട്. ഓക്കെ, മെനി പെറ്റൽസ്. ഇനി ഒരു ഫ്ലവറും കൂടി നമുക്ക് എഴുതാം അല്ലേ. ഏതെഴുതണം? നമുക്ക് വാട്ടർ ലില്ലി എഴുതാം. വാട്ടർ ലില്ലി. കളറോ? വൈറ്റ് അല്ലേ. വൈറ്റ്. ഫ്രാഗ്രൻസ് സ്മെല്ലുണ്ടോ? നോ സ്മെൽ. പിന്നെ സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? സിംഗിൾ ഫ്ലവർ. ഓക്കെ, ഇനി നമ്പർ ഓഫ് പെറ്റൽസോ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. മെനി പെറ്റൽസ്. ഓക്കെ ആണോ? ഇനി അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാട്ടോ. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് നല്ല ട്രിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ പാർട്സ് ഇല്ലേ. നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ പാർട്സ് ഉണ്ട്? ശരിയാ, അതായത് ഹാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ലെഗ് ഉണ്ട്, അങ്ങനെ പല പല പാർട്സ് കൂടിയതാണ് നമ്മുടെ ബോഡി. അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിനും ഉണ്ടെന്നേ ഇഷ്ടം പോലെ പാർട്സ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാം ഈ എന്താണ് പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പം നിൽക്കട്ടെ, നമുക്കിത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തന്നെ പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ടേ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള നല്ല അടിപ്പൻ ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. അതായത് നമുക്ക് എത്ര പാർട്സ് ഉണ്ട്? നമുക്ക് ടോട്ടൽ 6 പാർട്സ് ഉണ്ട്. ആ 6 പാർട്സ് പഠിക്കാനായിട്ട് ഒരു ട്രിക്കാണ് പപ്പ ടോൾഡ് ക്യൂട്ട് കാറ്റ് എ ഗെയിം. അതായത് എന്താണ്? ഒരു ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുഞ്ഞിനോട് പപ്പ ഒരു ഗെയിം പറഞ്ഞു കൊടുത്തു. ഓക്കെ, പപ്പ ടോൾഡ് ക്യൂട്ട് കാറ്റ് എ ഗെയിം. അപ്പോൾ പി വെച്ച് തുടങ്ങുന്ന. പി വെച്ച് എന്താണ്? പെടുക്കൾ. ഓക്കെ ആണോ? പപ്പ ഓർക്കുമ്പോൾ എന്താണ്? പെടുക്കൾ. ഓക്കെ, ഇനി ടോൾഡ്. ടോൾഡിലെ ടി വെച്ച് തുടങ്ങുക തലാമസ്. എല്ലാവരും പറഞ്ഞേ ടി ഫോർ തലാമസ്. പി എന്താണ്? പെടുക്കൾ. ഇനി സി എന്താണ്? സി കാലിക്സ്. സി എന്താണ്? കാലിക്സ്. ഇനി നെക്സ്റ്റ് സി, നമ്മുടെ കാറ്റിൻ്റെ സിയോ? കൊറോള. കൊറോള. ഇനി എ എന്താണ്? ആൻഡ്രോയിഷ്യം. ജിയോ? ജിംനോയിഷ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പി എന്താണ്? പെടുക്കൾ. ടി തലാമസ്. സി കാലിക്സ്. സി കൊറോള. എ ആൻഡ്രോയിഷ്യം. ജി എന്താണ്? ജിംനോയിഷ്യം. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടും തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞോ? അപ്പോൾ 6 പാർട്സും പഠിച്ചുല്ലോ. എന്തൊക്കെയാണ്? പെടുക്കൾ, തലാമസ്, കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം. ഓക്കെ, നമുക്കിനി ഈ ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബോഡിയിലെ ഹാൻഡിൻ്റെ ഉപയോഗം എന്താ? നമുക്ക് ഓരോ കാര്യങ്ങൾ എഴുതാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എടുക്കാനൊക്കെ അല്ലേ കൈയുടെ ഉപയോഗം. കാലിൻ്റെയോ? നടക്കാനല്ലേ. അപ്പോൾ ഈ ഓരോ നമ്മുടെ ഫ്ലവറിൻ്റെ ഓരോ പാർട്സിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 6 പാർട്സും ആ ഫ്ലവറിൽ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് ആ ഫങ്ഷൻസ് പഠിക്കുകയല്ലേ നല്ലത്. അപ്പം നമുക്ക് ആ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ. ഇവിടെ പെടുക്കൾ എല്ലാവരും കണ്ടോ? അപ്പം നിങ്ങളിപ്പം മനസ്സിലാക്കി വെക്കുക. പെടുക്കൾ. തലാമസ് എല്ലാവരും കണ്ടോ? കാലിക്സ് കണ്ടോ? ജിംനോയിഷ്യം എല്ലാവരും കണ്ടോ? പിന്നെ ആൻഡ്രോയിഷ്യം കണ്ടോ? കൊറോള കണ്ടോ എല്ലാവരും? അപ്പോൾ എല്ലാ ബോഡി പാർട്സ് ഫ്ലവറിൻ്റെ എല്ലാ പാർട്സും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾക്കിത് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 67 എന്താണ് പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടീച്ചറെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം, സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, പെടുക്കൾ. നമ്മുടെ കോഡ് എന്താണ്? പപ്പ ടോൾഡ് ക്യൂട്ട് കാറ്റ് എ ഗെയിം. അപ്പോൾ P ഫോർ പെടുക്കൾ. അതായത് പെടുക്കൾ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മുടെ ബലൂണിൻ്റെ ഹാൻഡിലില്ലേ, അവിടെ എന്താണ് ആ നൂലിൽ എന്താണ് നമ്മുടെ ബലൂണിനെ എന്ത് ചെയ്തേക്കുക? ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ബലൂണിനെ എന്താണ് കെട്ടി വെച്ചേക്കുവാണ് ആ നൂല്. ഓക്കെ, അപ്പോൾ പെടുക്കൾ എന്ന് പറയുന്ന ഹോൾഡ്സ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. ആ സ്റ്റെമ്മിനോട് നമ്മുടെ ബലൂൺ ഓർക്കാം. ബലൂണിൻ്റെ ആ നൂലിൽ എന്താണ് ബലൂൺ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുമല്ലേ, അല്ലെങ്കിൽ കെട്ടി വെച്ചേക്കുമല്ലേ, അതുപോലെ നമ്മുടെ സ്റ്റെമ്മിൽ എന്താണ് നമ്മുടെ ഫ്ലവറിനെ എന്താണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇവിടെ ഫിഗർ നോക്കിക്കേ. നമ്മുടെ പെടുക്കൾ നമ്മൾ പറഞ്ഞു ശരിയല്ലേ? നമ്മുടെ ആ പെടുക്കളിൽ നമ്മുടെ ഫ്ലവറിനെ എന്താണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചോ? പെടുക്കൾ എന്ന് പറയുമ്പോൾ എന്തോർക്കണം? നമ്മുടെ ബലൂണിനെ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഹോൾഡ്സ് ദ ഫ്ലവർ ടു ദ സ്റ്റെം, അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, ഹോൾഡ്സ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. സ്റ്റെമ്മിനോട് ഫ്ലവറിനെ എന്ത് ചെയ്തേക്കുക? കെട്ടി വെച്ചേക്കുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ തലാമസ്. ഓക്കെ, അപ്പോൾ ഈ തലാമസ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ സ്റ്റേജൊക്കെ ഓർക്കുക. അപ്പോൾ ആ സ്റ്റേജിലല്ലേ ഈ ആക്ട്രസ്, നടന്മാരും നടിമാരും ഒക്കെ നിൽക്കുന്ന. അപ്പോൾ തലാമസ് എന്ന് പറയുന്നത് എന്താണ്? ബേസ്, അതായത് എന്താണ്? അടിത്തറ. അവിടെയാണ് വെയർ ഓൾ പാർട്സ് സിറ്റ്. ഓക്കെ, അതായത് എല്ലാ ഫ്ലവറിൻ്റെ എല്ലാ പാർട്സും നിൽക്കുന്ന ആ തറ അതെവിടെയാണ്? തലാമസ്. അപ്പം നമുക്ക് ആ ഫിഗറിൽ ഒന്ന് നോക്കിക്കേ. തലാമസ് നമ്മൾ പറഞ്ഞ് ശരിയല്ലേ? ആ തലാമസിൻ്റെ ആ ഭാഗത്തല്ലേ നമ്മുടെ ആ ഫ്ലവർ വന്ന് ഇരിക്കുന്നേ അല്ലേ? ഒരു ഇരിപ്പിടല്ലേ? മനസ്സിലായോ? അപ്പോൾ തലാമസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആക്ടറുകാരെ ഓർക്കുക. ആക്ടർ. ഓക്കെ, നമ്മുടെ ഫിലിമിലെ നമ്മുടെ നമ്മുടെ മോഹൻലാലൊക്കെ, അപ്പോൾ അതൊക്കെ ഓർക്കുക നിങ്ങൾ. അപ്പോൾ എന്താണ് അവിടെ? സ്റ്റേജ് ഓർക്കുക. തല എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ടറിനെ ഓർക്കുക, സ്റ്റേജ് ഓർക്കുക, അവർ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം എന്തായാലും ഇനി മറന്നു പോവോ? പെടുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബലൂൺ, തലാമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേജ്. ഇനി നെക്സ്റ്റ് കാലിക്സ്. കാലിക്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ ജാക്കറ്റ്. നിങ്ങൾ ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ ജാക്കറ്റൊക്കെ ധരിക്കത്തില്ലേ? എന്തിനാ? നമ്മുടെ ബോഡീനെ തണുപ്പിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ? അതുപോലെ നമ്മുടെ ഫ്ലവറിലെ എന്താണ്? നമ്മുടെ ബഡ്സില്ലേ, മുട്ടുകളില്ലേ, ആ മുട്ടുകളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? കാലിക്സ്. ഓക്കെ, കാലിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. അതായത് എന്താണ്? പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ്. ഓക്കെ, പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ്. കാലിക്സിൻ്റെ വേറൊരു പേരാണ് എന്ത്? സെപ്പൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, കാലിക്സ് കണ്ടോ എല്ലാവരും? അപ്പോൾ ആ കാലിക്സ് എന്താണ്? നമ്മുടെ ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? കാലിക്സ്. ഓക്കെ, നമ്മുടെ ഈ നിങ്ങളൊക്കെ വീട്ടിൽ മറ്റേ റോസാപ്പൂ, നമ്മുടെ റോസാ ചെടിയുടെ അടുത്ത് നിന്നിട്ടേ നിങ്ങൾ ആ മുട്ടൊന്ന് നോക്കിക്കേ. കാലിക്സ് വെച്ചുകൊണ്ട് ആ മുട്ടിനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുമല്ലേ അല്ലേ? അപ്പോൾ അതാണ് കാലിക്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന കൊറോള. എന്താ കൊറോള? കൊറോള എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, കളർഫുൾ ഡ്രസ്സ് അല്ലെങ്കിൽ കളർഫുൾ, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന എന്ത് സാധനം? നമ്മുടെ ഫ്ലവറിൽ. യെസ്, പെറ്റൽസ് അല്ലേ? നമ്മുടെ നമ്മുടെ ഫ്ലവറിൽ നല്ല എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ പെറ്റൽസാണ്. അപ്പോൾ അട്രാക്ട്സ് ഇൻസെക്ട്സ് വിത്ത് കളേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോംഡ് ഓഫ്, അപ്പോൾ കൊറോള ഫോംഡ് ഓഫ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പെറ്റൽസ് എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അട്രാക്ട്സ് ഇൻസെക്ട്സ് വിത്ത് കളേഴ്സ്. കാലിക്സ് ആണേലോ, കാലിക്സ്
ഫോംഡ് ഓഫ്, എന്തുകൊണ്ടാണ് കാലിക്സ് ഉണ്ടാക്കിയേക്കുന്ന? സെപ്പൽസിൻ്റെ ഒരു കൂട്ടമാണ് എന്ത്? കാലിക്സ്. അപ്പോൾ നമുക്ക് കൊറോള നോക്കിയാലോ. അപ്പോൾ ഈ കൊറോള കണ്ടോ, ഓരോ റെഡ്, ഓരോന്നും പെറ്റൽസാണ് അല്ലേ, ഇതളുകളാണ്. അവരുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോള എന്ന് പറയുന്നത്. ഇനി ആൻഡ്രോയിഷ്യം എന്ന് വെച്ചാൽ എന്താണെന്നോ, നിങ്ങൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ്രോ എന്ന് പറയുമ്പോൾ അപ്പ, ഗൈനോ എന്ന് പറയുമ്പോൾ അമ്മ. അപ്പോൾ എന്താണ് ആൻഡ്രോയിഷ്യം? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നും ജിംനോയിഷ്യം എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുമോ? ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇനി തീർന്നില്ല, ഒരു ചെറിയ സെക്ഷനോടുകൂടി നമുക്ക് തീർക്കാം കേട്ടോ, പെട്ടെന്ന് തീർക്കാം. ഇനി എന്താണ് ഈ കംപ്ലീറ്റ് ഫ്ലവർ? എന്താണ് കംപ്ലീറ്റ്? അതായത് കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ആർ ദ 4 മെയിൻ പാർട്സ് സീൻ ഇൻ എ flower. A flower with all these 4 parts is called a complete flower. അതായത് നമ്മുടെ ഒരു ഫ്ലവറിൽ ഈ 4 മെയിൻ പാർട്സ് ആയ എന്താണ്? കാലിക്സും കൊറോളയും ആൻഡ്രോയിഷ്യം ജിംനോയിഷ്യം നമ്മുടെ ഒരു ഫ്ലവറിൽ ഉണ്ട് എങ്കിൽ ആ ഫ്ലവറിനെ നമുക്ക് എന്ത് വിളിക്കാം? കംപ്ലീറ്റ് ഫ്ലവർ. അപ്പോൾ ഏതൊക്കെയാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ് പഠിച്ചിപ്പോൾ തന്നെ? കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി. കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ഇൻ എ ഫ്ലവർ ഫോംസ് എ കംപ്ലീറ്റ് ഫ്ലവർ. ഓക്കെ ആണോ? ഇനി നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കാര്യമാണ് എന്ത്? പാർട്സ് ഓഫ് എ ഫ്ലവറും കംപ്ലീറ്റ് ഫ്ലവറും എന്തായാലും പഠിച്ചിരിക്കണം നിങ്ങൾ. ഓക്കെ, ഇനി എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ഫ്ലവേഴ്സാണോ? എല്ലാ ഫ്ലവേഴ്സിനും ഈ പറയുന്ന കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യമൊക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, റോസ്, അതുപോലെ തന്നെ ഷൂ ഫ്ലവർ എന്താണ്? ചെമ്പരത്തി. അതുപോലെ തന്നെ ലോട്ടസിന് ഈ പറയുന്ന എല്ലാം ഉണ്ട്. പെഡിക്കിൾ, തലാമസ്, സെപ്പൽ, പെറ്റൽ, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പഠിക്കേണ്ടേ? കംപ്ലീറ്റ് ഫ്ലവർ എന്താണെന്ന് പഠിക്കുക, പിന്നെ എന്ത് പഠിക്കുക? പാർട്സ് ഓഫ് എ ഫ്ലവർ പഠിക്കുക, പിന്നെ കംപ്ലീറ്റ് ഫ്ലവറിന് എക്സാമ്പിൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ റോസ്, ഷൂ ഫ്ലവർ, ലോട്ടസ്, അതെന്തായാലും പഠിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും പഠിക്കൂലേ? അങ്ങനെയാണെങ്കിലേ ഇപ്പം നിങ്ങളെല്ലാം പഠിച്ചുല്ലോ, നമുക്ക് ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് വൺ എന്താ? ആർക്ക് പറയാം? ഫസ്റ്റ് വൺ എന്താ? ഉറക്കെ പറഞ്ഞേ. കൊറോള. ഓക്കെ, കൊറോള, വെരി ഗുഡ്. രണ്ടാമത്തെ എന്താണ്? സെപ്പൽസ്. സംശയമില്ല അല്ലേ? ഇനി സെപ്പൽസ്. മൂന്നാമത്തെ എന്താ? നമ്മുടെ ബലൂണിൻ്റെ നൂല് നമ്മൾ എന്താ പഠിച്ചേ? വെരി ഗുഡ്, പെഡിക്കിൾ. സ്പെല്ലിങ്ങേ പെഡിക്കിൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചോ? എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമായോ? അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ട്രിക്സൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയൂ എല്ലാവരും. അപ്പോൾ നാളെ വരുമ്പോൾ എന്തായാലും ഇത്രയും പഠിച്ചു വരുമെന്ന് ഉറപ്പാണോ? ഉറപ്പുള്ളവർക്കൊക്കെ വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് നിർത്താം. ഇന്ന് ഇത്രയും പോരെ? എല്ലാവരും മടുത്തു പോയോ? ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് അടുത്ത സെക്ഷനായിട്ട് വരണം. നമുക്ക് നെക്സ്റ്റ് എക്സാമിന് എന്ത് ചെയ്യണം? നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ ആണോ എല്ലാവരും? അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും നാളെ നല്ല ഹാപ്പി ആയിട്ട് വരിക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നാളെ നോക്കാം. ഓക്കെ ആണോ? താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോ? എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പോൾ
ഇന്ന് നമ്മൾ നോക്കുന്ന എന്നാന്നോ, അതായത് നമ്മുടെ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് നിങ്ങൾക്കറിയോ മറ്റ് ഫ്ലവർ ഉണ്ടാവാത്ത പ്ലാന്റ്സ് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ ഫ്ലവർ ഇല്ലാണ്ടുള്ള ചെടികൾ? ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 അത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ പടം തന്നിട്ടുണ്ട്. പൈൻ, നിങ്ങൾ പൈൻ മരം കണ്ടിട്ടുണ്ടോ? ഈ പൈൻ മരത്തിൽ ഫ്ലവർ ഇല്ല. അതുപോലെ വേറൊരു പ്ലാന്റാണ് സൈക്കസ്. നിങ്ങളുടെ വീടുകളിലുണ്ടോ സൈക്കസ്? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, ഫേൺസ് എല്ലാവരും കണ്ടിട്ടില്ലേ? നമ്മുടെ പറമ്പുകളിലൊക്കെ കാണൂല്ലേ ഫേൺസ്. അപ്പോൾ ഇവയിലൊക്കെ എന്താണ്, ഫ്ലവർ ഇല്ല. ഓക്കെ, അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമ്പിളിൽ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു 2 എണ്ണം എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ നല്ലൊരു പടം കാണണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലവറിൽ നിന്നും ഒരു ചെടി വളരുന്നത്? ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം എന്താണ് ഒരു ഫ്ലവറിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്ലാന്റ് ഉണ്ടാവുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ കാണാം അല്ലേ. ആ ഫ്ലവറിൽ നിന്ന് പിന്നെ എന്താ കാണണേ, ഒരു ചെടിയിൽ കുറേ ഫ്രൂട്ട്സ് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഫ്രൂട്ട്സിൽ എന്തുണ്ടാവും, ഇഷ്ടം പോലെ സീഡ്സ് ഉണ്ടാവും അല്ലേ. ആ സീഡ്സിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ പ്ലാന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്താണ്, ഫ്ലവർ എവിടെ കാണുന്നത്, നമ്മുടെ പ്ലാന്റിൽ ഫ്ലവർ ആദ്യം ഉണ്ടാവും. ആ ഫ്ലവറിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത്, കുറേ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, ആ ഫ്രൂട്ട്സിൽ എന്ത് കാണും, ഇഷ്ടം പോലെ സീഡ്സ് കാണും അല്ലേ. ആ സീഡ്സ് പിന്നെ താഴെ വീണ് എന്തായിട്ട് മാറും, നമ്മുടെ ഒരു ചെടിയായിട്ട് മാറും. മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവറിൽ നിന്ന് എന്ത് ഫോം ചെയ്തു, ഫ്രൂട്ട്സ് ഫോം ചെയ്തു ഇല്ലേ. ഇനി ഫ്രൂട്ട്സിൽ നിന്ന് എന്താ ഫോം ചെയ്യുന്നത്, സീഡാ അല്ലേ ഫോം ചെയ്യുന്ന. അപ്പോൾ നമുക്കിവിടെ എഴുതാം, സീഡ് ഈസ് ഫോംഡ് ഫ്രം, എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്, ഫ്രം ഫ്രൂട്ട്സ്. ഓക്കെ, ഇനി അപ്പോൾ ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടായി, ഫ്രൂട്ടിൽ നിന്ന് സീഡ് ഉണ്ടായി. അടുത്തത് എന്താ വരുന്നത്, പ്ലാന്റ് എവിടെ നിന്ന് ഫോം ചെയ്യുന്നു, സീഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് എഴുതാം, പ്ലാന്റ് ഈസ് ഫോംഡ് ഫ്രം സീഡ്സ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും പഠിച്ചു ഇത്രയും. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ടീച്ചർ അതെങ്ങനെയാണ് എഴുതണ്ടേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഹൗ ഫ്രൂട്ട് ആൻഡ് സീഡ് ആർ ഫോംഡ്. അപ്പോൾ ആദ്യം എന്താ ഉണ്ടാകുന്നത്, ഫ്ലവർ, പിന്നെയോ ഫ്രൂട്ട്, പിന്നെയോ സീഡ്, പിന്നെ എന്താണ് ന്യൂ പ്ലാന്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആദ്യം എന്താണ് ഫ്ലവർ, പിന്നെയോ ഫ്രൂട്ട്, പിന്നെ സീഡ്, പിന്നെയോ ന്യൂ പ്ലാന്റ്. എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഹൗ ഫ്രൂട്ട് ആൻഡ് സീഡ് ആർ ഫോംഡ് എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി പഠിക്കാൻ പറഞ്ഞായിരുന്നല്ലോ, അതെന്തായിരുന്നു, നമ്മുടെ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഏതൊക്കെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ. പൈൻ, സൈക്കസ്, ഫേൺസ്. പഠിച്ചല്ലോ എല്ലാവരും. ഇനി നമ്മൾ എന്താ നോക്കുന്നതെന്നോ, അതായത് അപ്പം നമ്മൾ പറഞ്ഞു ഫ്ലവറിൽ നിന്നാണ് ഈ പറയുന്ന ഫ്രൂട്ട് ഉണ്ടാവുന്ന, അതുപോലെ തന്നെ സീഡ്സ് ഉണ്ടാവുന്നതൊക്കെ ഫ്ലവറിൽ നിന്നാണ് പറഞ്ഞു. എങ്ങനെയാണ് ഫ്ലവറിൽ നിന്ന് ഈ പറയുന്ന ഫ്രൂട്ടും സീഡും ഉണ്ടാവുന്നത്? ചുമ്മാ ഉണ്ടാവുമോ? എന്തെങ്കിലും അവിടെ നടക്കണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നല്ലൊരു പടം കാണണ്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ കാർപ്പൽ കാണാം അല്ലേ. പിന്നെ ഇവിടെ എന്താ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, സ്റ്റാമൻ.
ഓക്കെ, അപ്പോൾ ആ സ്റ്റാമൻ ആൻഡ് കാർപ്പൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാമൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് കാർപ്പൽ. അപ്പോൾ സ്റ്റാമനിൽ ഉള്ളതാരാ? ഫിലമെൻറ്റ്, ആന്തർ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഫിലമെൻറ്റ്. ഇതിനെ പറയുന്ന പേരെന്താണ്? ആന്തർ. ഇനി കാർപ്പൽ. കാർപ്പലിൽ എന്തൊക്കെ കാണാം? യെസ്, ഒവ്യൂൾ, ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കിനി അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയാലോ? ഈ പടത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എന്താണ് നോക്കുന്നത്? എങ്ങനെയാണ് ഒരു ഫ്ലവർ നമ്മുടെ ഫ്രൂട്ടിനെയും സീഡിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നല്ല സിമ്പിളായിട്ട് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഫ്ലവർ എന്ത് ചെയ്യുന്നു? റീപ്രൊഡക്ഷൻ നടത്തി എന്ത് ഫോം ചെയ്യുന്നു? ഫ്രൂട്ടും സീഡും ഫോം ചെയ്യുന്നു. ഫ്ലവർ റീപ്രൊഡക്ഷൻ നടത്തിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫ്രൂട്ടും സീഡും ഫോം ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്രൂട്ടില്ലേ, ഈ ഫ്രൂട്ട് എവിടെ നിന്നാണ് വന്നതെന്നറിയോ? നമ്മുടെ ഓവറി. ഫ്രൂട്ട് എവിടെ നിന്നാണ് വരുന്ന? ഓവറിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കേ, ഇവിടെ എവിടെയാണ് നമ്മുടെ ഓവറി? ഇവിടെ കണ്ടോ? ഓവറി, അതായത് എന്താ? ഈ ഫുൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്രയും ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവറി. അപ്പം ആ ഓവറിയിൽ നിന്നാണ് ആര് വരുന്നത്? ഫ്രൂട്ട്. ഇവിടെ 2 ഓവറീസ് കാണാൻ പാടില്ലയോ? ഓക്കെ, അപ്പോൾ ഓവറിയിൽ നിന്നാണ് എന്ത് വരുന്നത്? നമ്മുടെ ഫ്രൂട്ട്. മനസ്സിലായോ? ഫ്രൂട്ട്, ഓവറി. ഓക്കെ, ഇനി നമ്മുടെ സീഡ് എവിടെ നിന്നാണ് വന്നേന്നോ? സീഡ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഒവ്യൂൾ. ഒവ്യൂൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഓവറീൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾ. നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഓവറി കണ്ടില്ലേ? ഓവറിയുടെ ഉള്ളിലുള്ള ഈ ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒവ്യൂൾ. അപ്പോൾ ഓവറിയിൽ നിന്ന് എന്താണ് വരുന്നത്? ഫ്രൂട്ട് വരും. ഒവ്യൂളിൽ നിന്ന് എന്താ വരുന്നത്? സീഡ് വരും. ഓക്കെ ആണോ? അപ്പോൾ ഫ്ലവർ റീപ്രൊഡക്ഷൻ നടത്തി ഫ്രൂട്ടും സീഡും ഉണ്ടാവും. ഫ്രൂട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഓവറിൽ നിന്ന് വരും. സീഡ് എവിടെ നിന്നാണ് വരുന്നത്? ഒവ്യൂളിൽ നിന്ന് വരും. ഒവ്യൂൾ എവിടെ കാണുന്നത്? നമ്മുടെ ഓവറിയിലാണ് കാണുന്നത്. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. പിന്നെ ഒരു കാര്യമേ, നിങ്ങൾ ഈ അടയാളപ്പെടുത്താനും വരയ്ക്കാനൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നിങ്ങളുടെ എക്സാമിന് ഒരു ഫിഗർ തന്നിട്ട് അടയാളപ്പെടുത്താനായിരിക്കും പറയുക. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. പാർട്സ് ഓഫ് ഫ്ലവറും പഠിക്കണം, അതുപോലെ തന്നെ ഇതും പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിക്കട്ടെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാ? നമ്മൾ ഇന്നലെ പഠിച്ചതായിരുന്നു. യെസ്, വെരി ഗുഡ്, ആൻഡ്രോയിഷ്യം. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്? ഗൈനോയിഷ്യം. ഓക്കെ, അപ്പോൾ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ ആൻഡ്രോയിഷ്യം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളിവിടെ നോക്കിക്കേ, അതായത് ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കാർപ്പൽ കാണാം, അതുപോലെ തന്നെ എന്താ കാണുന്നത്? സ്റ്റാമൻ കാണാം അല്ലേ? അപ്പോൾ ഈ ആൻഡ്രോയിഷ്യം, ഗൈനോയിഷ്യം, അതുപോലെ തന്നെ സ്റ്റാമൻ, കാർപ്പൽ, എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു, നമ്മൾ ആൻഡ്രോയിഷ്യം, ഗൈനോയിഷ്യം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ സ്റ്റാമൻ, കാർപ്പൽ, അതെന്തായിരിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് നമ്മുടെ സ്റ്റാമൻ, ഓക്കെ, നമ്മുടെ സ്റ്റാമൻ അതായത് എന്താ? നല്ല സ്റ്റാമിന കൂടിയ ആൾക്കാരായിരിക്കാം നമ്മുടെ മെൻസ്. ബോയ്സ് അല്ലേ കുറച്ച് സ്റ്റാമിന കൂടുതൽ, അവർ സ്പോർട്സിലൊക്കെ ഒരു കില്ലാടികളായിരിക്കില്ലേ? ഓക്കെ, ഗേൾസും കില്ലാടികളായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റാമൻ, അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയ സ്റ്റാമൻ്റെ കുറേ സ്റ്റാമൻസ് കൂടിയതാണ് എന്ത്? ആൻഡ്രോയിഷ്യം. ഓക്കെ, കുറേ സ്റ്റാമൻസിൻ്റെ കളക്ഷനാണ് എന്ത്? ആൻഡ്രോയിഷ്യം. മനസ്സിലായോ? ഇനി എന്താണ്? നമ്മുടെ കുറേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ കാർപ്പൽ കൂടിയതാണ് എന്ത്? ഗൈനോയിഷ്യം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റാമനും അതുപോലെ തന്നെ
കാർപ്പിലും കണ്ടോ, സ്റ്റാമൻ എന്താ, സ്റ്റാമിന കൂടിയത് ആർക്കാണ്, മെയിൽ. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി കാർപ്പൽ എന്ന് പറയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. കുറേ കാർപ്പലാണ് എന്ത്, ഗൈനോഷ്യം. കുറേ സ്റ്റാമൻസ് ആണ് എന്ത്, ആൻഡ്രോഷ്യം. ഓക്കെ, അപ്പോൾ ആൻഡ്രോഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റാമൻസ്, അതുപോലെ തന്നെ ഗൈനോഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് കാർപ്പൽ. ആ 2 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞു തരാം. ആൻഡ്രോഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റാമൻസ്, ഗൈനോഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് കാർപ്പൽ. മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളാണ് എന്ത്, ഓവറി, ഒവ്യൂൾ. ഓക്കെ, സ്റ്റാമൻ പഠിച്ചു, കാർപ്പൽ പഠിച്ചു. ഇനി ബാക്കിയുള്ള ആൾക്കാരെ പറ്റി നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാമൻ കണ്ടു. ഈ സ്റ്റാമൻ കണ്ടപ്പോൾ അതിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു? യെസ്, വെരി ഗുഡ്. ആന്തർ കണ്ടു, ഫിലമെൻ്റ് കണ്ടു. ഓക്കെ, കാർപ്പലിൽ എന്തൊക്കെ കണ്ടു? സ്റ്റിഗ്മ കണ്ടു, സ്റ്റൈല് കണ്ടു, ഓവറി കണ്ടു, ഒവ്യൂൾ കണ്ടു. 2 S വെച്ച് തുടങ്ങുന്നതും 2 O വെച്ച് തുടങ്ങുന്നതാണ്. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഒവ്യൂൾ. സ്റ്റാമനിലോ ആന്തർ, ഫിലമെന്റ്. ഓക്കെ ആണോ? അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സ്റ്റാമനിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ആന്തർ, ഫിലമെന്റ്. കാർപ്പലിലോ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഒവ്യൂൾ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, മെയിൽ പാർട്ട് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്? സ്റ്റാമൻ, അല്ലെങ്കിൽ ആ കളക്ഷനെ പറയുന്ന പേരാണ് ആൻഡ്രോഷ്യം. അതിലെ പാർട്സ് ഏതൊക്കെയാണ്? ആന്തർ പ്ലസ് ആരാണ്? ഫിലമെന്റ്. 2 ഉണ്ട്. നമ്മുടെ ഈ ആന്തർ ഇല്ലേ, നമ്മൾ കണ്ട ആന്തർ പോളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ് ആ ആന്തറിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ആന്തർ ഇല്ലേ, ആന്തറിൻ്റെ ഉള്ളിൽ എന്താ കാണുന്നത്? ഇഷ്ടം പോലെ എന്ത് കാണുന്നുണ്ട്? പോളൻ ഗ്രെയിൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പോളൻ ഗ്രെയിൻസിൽ എന്തുണ്ടാവും? ഒരു മെയിൽ ഗാമറ്റ് ഉണ്ടാവും, ഒരു മെയിൽ സെല്ല് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ല് ഉണ്ടാവും. അതായത് നമ്മുടെ റീപ്രൊഡക്ഷനെ സഹായിക്കാനായിട്ടുള്ള ഒരു ഒരു ഫാദർ സെല്ല് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മെയിൽ പാർട്ടായ ആൻഡ്രോഷ്യം, അതായത് സ്റ്റാമിൻസിൻ്റെ കുറേ കളക്ഷൻ, അതിൽ ആരൊക്കെ ഉണ്ടാവും? ആന്തറും ഉണ്ടാവും, ഫിലമെൻറ്റും ഉണ്ടാവും. ആന്തറിൽ ആര് കാണുന്നുണ്ട്? പോളൻ ഗ്രെയിൻസ് കാണുന്നുണ്ട്. ആ പോളൻ ഗ്രെയിൻസിൽ എന്തുണ്ട്? ഒരു മെയിൽ ഗാമറ്റ്. ഓക്കെ, ഒരു മെയിൽ ഗാമറ്റ്, അതായത് റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു ഫാദർ സെല്ല് ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ എന്താണ്, അതായത് പാർട്സ് ഓഫ് സ്റ്റാമൻ അല്ലെങ്കിൽ എന്താണ് പാർട്സ് ഓഫ് ആൻഡ്രോഷ്യം, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ മെയിൽ ഗാമറ്റ് എവിടെയാണ് കാണുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വയ്ക്കണം. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഫീമെയിൽ പാർട്ട്. അപ്പം നമ്മൾ ഫീമെയിൽ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെ പാർട്സ് ഉണ്ട്? യെസ്, 2 എസും 2 ഓയും. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിയുടെ ഉള്ളിൽ ആരാണുള്ളത്? ഒവ്യൂൾ. ഓക്കെ, ഇനി നമ്മുടെ മെയിൽ ഗാമറ്റ് എവിടെയാണ് കാണുന്നത്? യെസ്, പോളനിലാണ് എന്ത് കാണുന്നത്? മെയിൽ ഗാമറ്റ്. എന്നാൽ ഫീമെയിൽ ഗാമറ്റ് എവിടെയാണ് കാണുന്നത്? ഒവ്യൂളിലാണ് എന്ത് കാണുന്നത്? ഫീമെയിൽ ഗാമറ്റ്. അപ്പോൾ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും കൂടിയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഫീമെയിൽ ഗാമറ്റ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഒവ്യൂളിൽ. ക്ലിയർ ആണോ? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം കേട്ടോ, എന്നിട്ട് ഞാൻ ആൻസർ പറയാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ സ്റ്റാമൻ? പെട്ടെന്ന് ഓർക്കുക, സ്റ്റാമൻ, സ്റ്റാമിന കൂടിയത് ആർക്കാണ്? മെൻ. അപ്പോൾ ആൻഡ്രോഷ്യത്തിലുള്ള പാർട്സ് ഏതൊക്കെയാണ്? ആരും നോക്കി പറയരുതേ. എന്തൊക്കെയാണ്? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരൊക്കെയാണ്? 2 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? ഫിലമെന്റ്, ആന്തർ. ഓക്കെ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ഓക്കെ, ഇനി വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? എവിടെയാണ് പോളൻ ഗ്രെയിൻസ് ഫൗണ്ട് ചെയ്യുന്നത്? എവിടെയാണ് പോളൻ ഗ്രെയിൻസ് കാണപ്പെടുന്നത്?
ഒന്ന് ഓർത്ത് നോക്കിക്കേ, എവിടെയാണ് പോളൻ ഗ്രെയിൻസ് കാണുന്നത്? യെസ്, വെരി ഗുഡ്, ആന്തർ. ഓക്കെ, ആന്തറിലാണ് എന്ത് കാണുന്നത്? പോളൻ ഗ്രെയിൻസ് കാണുന്നത്. ഇനി വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദ കാർപ്പൽ? കാർപ്പലിൻ്റെ പാർട്സ് ഏതൊക്കെയാ? ആർക്ക് പറയാൻ നോക്കട്ടെ? എസ്, ഏതൊക്കെയാണ്? 2 എസ്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഒവ്യൂൾ. വെരി ഗുഡ്. ഇനി ഇതിൽ പറയാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാം. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണ്ടേ? നമ്മൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേർ ഈസ് ഫീമെയിൽ ഗാമറ്റ് സീൻ? എവിടെയാണ് ഫീമെയിൽ ഗാമറ്റ് കാണപ്പെടുന്നത്? യെസ്, വെരി ഗുഡ്, ഒവ്യൂൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 65 ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ? ആ 4 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ സ്റ്റാമൻ? അതാണ് എന്ത്? നമ്മുടെ ആന്തർ, ഫിലമെൻറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? എവിടെയാണ്? ഇൻ ആന്തർ. ഇനി വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദി കാർപ്പൽ? ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇനി വേർ ഈസ് ഫീമെയിൽ ഗാമറ്റ് സീൻ? എവിടെയാണ്? ഇൻസൈഡ് ഒവ്യൂൾ. ഓക്കെ, ഇൻസൈഡ് ഒവ്യൂൾ. എവിടെയാണ് ഒവ്യൂൾ ഉള്ളത്? ഓവറി. മനസ്സിലായോ? ഇനി എല്ലാവരും മറന്നു പോവുമോ? നമുക്ക് തീർക്കാം കേട്ടോ, പെട്ടെന്ന് തീർക്കാം. 2 കുഞ്ഞു കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇത് നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഒന്ന് നോക്കിക്കേ, പറ്റുമോന്ന്? എല്ലാവർക്കും പറ്റണം കേട്ടോ. ഇവിടെ ഒരു ലാറ്ററൽ സെക്ഷൻ ഓഫ് ഷൂ ഫ്ലവർ ആണ് തന്നേക്കുന്നത്. ഒരു ഷൂ ഫ്ലവർ ആണ്. അവിടെ ഓരോന്നും അടയാളപ്പെടുത്താനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തണേ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുപിടിച്ചോ? അപ്പോൾ ആദ്യം മാർക്ക് ചെയ്തേക്കുന്നത് എന്താ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇതെന്താണ്? ഈ നീണ്ടിരിക്കുന്ന സാധനം നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? എസ്, സ്റ്റാമൻ. ഓക്കെ, സ്റ്റാമൻ. ഓക്കെ ആണോ? സ്റ്റാമൻ. ഇനി രണ്ടാമത് ഈ കാണുന്ന ഈ കുത്തു പോലെ ഇരിക്കുന്ന എന്താണ്? സ്റ്റാമനിൽ കാണപ്പെടുന്ന, നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ എന്ത് കാണും? എസ്, ആന്തർ. ഓക്കെ ആണോ? ആന്തർ. ആന്തറിലാണ് ആരുള്ളത്? പോളൻ ഗ്രെയിൻസ് ഉള്ള. അപ്പോൾ ആന്തർ. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, ഇതെല്ലാവർക്കും പറയാലോ. ഇതെന്താണ്? നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. എന്താണ്? എസ്, കൊറോള. കൊറോള. ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? നമ്മുടെ ബഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എസ്, കാലിക്സ്. കാലിക്സ്. ഇനി അടുത്തതൊന്ന് പറഞ്ഞേ, അടുത്ത തെറ്റിക്കാണ്ട് പറയണേ. അതെന്ത് സാധന? എസ്, ഒവ്യൂൾ. ഒവ്യൂൾ. തെറ്റിപ്പോയി എന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെയല്ലേ പഠിക്കുന്നേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ കൊടുത്തേക്കുന്ന എന്താണ്? നമ്മുടെ ഇരിപ്പിടം. എവിടെയാണ് ഫ്ലവർ വന്നിരിക്കുന്നത്? യെസ്, തലാമസ്. തലാമസ്. ഇനി അടുത്തതോ? നമ്മുടെ ബലൂൺ കെട്ടിയിട്ടേക്കുന്ന നൂല് പോലെ, അതെന്താണത്? യെസ്, വെരി ഗുഡ്, പെഡിക്കിൾ. പെഡിക്കിൾ. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും പഠിച്ചോ? ഇന്ന് പഠിച്ചതൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ എന്തായാലും നിങ്ങളെന്താണ് ഇന്ന് പഠിപ്പിച്ച അത്രയും, ഇത് കുറച്ച് ഭാഗമല്ലേ പഠിപ്പിച്ചോളൂ? കൂടിപ്പോയോ? ഇല്ലല്ലോ, കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങളോട് ഓരോ പാർട്സ് മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് അതോടൊപ്പം സബ് പാർട്ടായിട്ട് ചോദിക്കും. ഇതുപോലെ എന്താണ് വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ സ്റ്റാമൻ, അങ്ങനെ ഓരോ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ അടുത്ത പുതിയ ടോപ്പിക്ക് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് മുന്നായിട്ട് ഇതൊക്കെ എന്ത് പഠിച്ചു വയ്ക്കണം? എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകണ്ടോയെന്ന് നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ടീച്ചറിന് ഒത്തിരി സന്തോഷമാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നാളെ പഠിച്ചിട്ട് വരിക.
കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോവാം. എന്തായാലും എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് ഈ പ്രാവശ്യം വാങ്ങണം. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് ഇന്ന് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ? അപ്പോൾ എല്ലാവരും ഇന്നലെ പഠിച്ചായിരുന്നോ? ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക്സൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നെക്സ്റ്റ് ടോപ്പിക്ക് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നും ഒരു കാര്യം വിട്ടുപോയി. അതായത് നമ്മുടെ ഫ്ലവേഴ്സിൽ മൾട്ടിപ്പിൾ ഓവറീസ് ഉള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് ഒരു സിംഗിൾ ഫ്ലവറിൽ മൾട്ടിപ്പിൾ ഓവറീസ് ഉള്ള ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഓവറി എന്താണ്, ഒവ്യൂൾ എന്താണ്, സ്റ്റൈൽ എന്താണ്, സ്റ്റിഗ്മ എന്താണ്, ഫിലമെൻ്റ്, ആന്തർ, സ്റ്റാമൻ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ ഏതാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ചെമ്പക് ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്പക്, നമ്മുടെ ചെമ്പകം, അതുപോലെ തന്നെ ലോട്ടസ്, പിന്നെ കസ്റ്റാർഡ് ആപ്പിൾ, പുളിയാൽത്തിയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, നിങ്ങളൊരു 2 എക്സാമ്പിൾസ്, എളുപ്പമുള്ള 2 എക്സാമ്പിൾസ് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ നിങ്ങളോടിപ്പോൾ 1 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കും. അതായത് ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലവർ ഹാവിങ് മൾട്ടിപ്പിൾ ഓവറീസ് ഇൻ എ സിംഗിൾ ഫ്ലവർ എന്ന് ചോദിച്ചാൽ 2 എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള 2 എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾ ലോട്ടസ് എല്ലാവരും ഓർത്തിരിക്കുന്ന എക്സാമ്പിളായാലോ, അതുപോലെ തന്നെ ചെമ്പകം. ഓക്കെ, അപ്പോൾ ആ 2 എക്സാമ്പിളും ഓർത്തിരിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് 2ഉം പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇന്ന് പുതിയ ടോപ്പിക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സോറി കേട്ടോ, ഇവിടെ നോക്കിക്കേ, നല്ല 2 ഫ്ലവേഴ്സ് ഉണ്ടല്ലേ. നിങ്ങൾ ഈ ഫ്ലവർ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഫ്ലവർ എന്താ? നമ്മുടെ വെണ്ടയ്ക്കയുടെ ഫ്ലവർ അല്ലേ, ലേഡീസ് ഫിംഗർ ഫ്ലവർ. രണ്ടാമത്തെയോ പംകിൻ്റെ ഫ്ലവർ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഈ ലേഡീസ് ഫിംഗറിൻ്റെ ഫ്ലവറിനും അതുപോലെ തന്നെ ഈ പംകിൻ്റെ ഫ്ലവറിനും ഒരു പ്രത്യേകതയുണ്ട്. 2 പേർക്കും ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ലേഡീസ് ഫിംഗറിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം. ആൻഡ്രോയിഷ്യം എന്ന് പറയുന്നത് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും. ഗൈനോയിഷ്യം എന്ന് പറയുന്നത് എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഒരേ ഫ്ലവറിൽ ഈ ആൻഡ്രോയിഷ്യം, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ചില ഫ്ലവേഴ്സിൽ ഒന്നുമില്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ എന്താ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമേ കാണുകയുള്ളൂ. രണ്ടും ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതായത് 2 ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫ്ലവറാണ് നമ്മുടെ ലേഡീസ് ഫിംഗർ ഫ്ലവർ. എന്നാൽ പംകിൻ ഫ്ലവറിലോ ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം ഒരേ ഫ്ലവറിൽ കാണപ്പെടില്ല. മനസ്സിലായോ? അപ്പോൾ സിംഗിൾ ഫ്ലവറിൽ ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ലേഡീസ് ഫിംഗർ ആയിരിക്കും. അതായത് ലേഡീസ് ഫിംഗർ ഒരു എക്സാമ്പിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ലേഡീസ് ഫിംഗർ, ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ആർ ഫൗണ്ട് ഇൻ ദി സെയിം ഫ്ലവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പംകിൻ്റെ എന്താണ്? അപ്പം നമ്മുടെ പംകിനിലെ നമ്മുടെ ആൻഡ്രോയിഷ്യവും ആൻഡ് ഗൈനോഷ്യം ആർ found in different flowers. ഓക്കെ, അപ്പോൾ പംകിനിൽ എന്താണ്? ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സെയിം ഫ്ലവറിലല്ല. ഇങ്ങനെ പറഞ്ഞാലും മതി. ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ആർ നോട്ട് ഫൗണ്ട് ഇൻ ദി സെയിം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇനി അപ്പോൾ
അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ആൻഡ്രോയിഷ്യം നമ്മുടെ ജിംനോയിഷ്യം എന്താണ് സെയിം ഫ്ലവറിൽ കാണുന്ന എക്സാമ്പിളും ഡിഫറെൻറ്റ് ഫ്ലവറിൽ കാണുന്ന എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓവറീസ് കണ്ടെയ്ൻ ചെയ്യുന്ന സിംഗിൾ ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിളും പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. എന്താ പിള്ളേരെ ഈ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന? യൂണി എന്ന് പറയുന്നത് എന്താ? ഒന്ന്. ബൈസെക്ഷൽ എന്ന് പറയുന്നത് എന്താ? രണ്ട്. അപ്പോൾ നോക്കിക്കേ, യൂണിസെക്ഷൽ ഫ്ലവർ യൂണി ഒന്നുമില്ലെങ്കിൽ ആ ഫ്ലവറിൽ ആൻഡ്രോയിഷ്യം കാണും, അല്ലെങ്കിൽ ആ ഫ്ലവറിൽ എന്ത് കാണും? ജിനോയിഷ്യം കാണും. ഓക്കെ, ബൈസെക്ഷൽ രണ്ടും കാണും. അതായത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിലോ ആൻഡ്രോയിഷ്യവും കാണും, ജിനോയിഷ്യവും കാണും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫ്ലവേഴ്സ് വിച്ച് പൊസസ് either androecium or gymnoecium are unisexual flowers. Bisexual flowers have both androecium and gymnoecium in the same flower. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് കണ്ടെയ്ൻ ഐദർ ഒന്നുമില്ലെങ്കിൽ ഐദർ ആൻഡ്രോയിഷ്യം ഓർ ജിംനോയിഷ്യം. ഇനി ബൈസെക്ഷൽ ഫ്ലവേഴ്സ് കണ്ടെയ്ൻസ് ബോത്ത് ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ഇൻ ദി സെയിം ഫ്ലവർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് രണ്ടും പഠിച്ചുവല്ലോ. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്താണെന്നും ബൈസെക്ഷൽ ഫ്ലവർ എന്താണെന്നും പഠിച്ചു വയ്ക്കുക. പിന്നെ എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ ഒരു ടോപ്പിക്കും കൂടി നോക്കാമല്ലോ. എല്ലാവരും മടുത്തു പോയോ? നമുക്ക് നോക്കിയിട്ട് നിർത്താം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവറും അതുപോലെ തന്നെ ബൈസെക്ഷൽ ഫ്ലവറും നമ്മൾ പഠിച്ചു. നമുക്ക് അതിന് എക്സാമ്പിൾ എന്തായാലും പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ ഒരു 2 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇവിടെ നമ്മുടെ പേജ് നമ്പർ 67 നമ്മളോട് ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവറിന് എക്സാമ്പിളാണ് ബിറ്റർ ഗാർഡ്, നമ്മുടെ പാവയ്ക്കയുടെ പൂവില്ലേ, അതുപോലെ വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ പംകിൻ്റെ, നമ്മളിപ്പോൾ പഠിച്ചത് നമ്മുടെ പംകിൻ്റെ ഫ്ലവർ, പിന്നെ ഒരു ഫ്ലവറാണ് നമ്മുടെ പപ്പായ. എല്ലാവർക്കും ഇഷ്ടമാണോ പപ്പായ? നമ്മുടെ പപ്പായാസ് ഫ്ലവർ ഓക്കെ ആണോ? ഇനി ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, നമ്മുടെ ഷൂ ഫ്ലവർ. എന്താ ഷൂ ഫ്ലവർ? ചെമ്പരത്തിയാലേ. പിന്നെ ബൈസെക്ഷൽ ഫ്ലവർ എന്തോന്ന് പറഞ്ഞേ? നമ്മളിപ്പോൾ പറഞ്ഞതാലോ. എസ്, ലേഡീസ് ഫിംഗർ ഫ്ലവർ. ഓക്കെ ആണോ? ഇനി വേറൊരു എക്സാമ്പിളാണ് എല്ലാവരും കണ്ടേക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്ലവർ, നമ്മുടെ റോസ് ഫ്ലവറിലും എന്താണ് ഈ പറയുന്ന പോലെ ബൈസെക്ഷൽ ഫ്ലവറിന് എക്സാമ്പിളാട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട അവസാനത്തെ ടോപ്പിക്കാട്ടോ. ഇത് കഴിയുമ്പോൾ നമുക്ക് തീരും. ഓക്കെ, നമുക്ക് തരൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം, പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടി ഉള്ളൂ, അതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാവേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡയോഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഡയോഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഡയോഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, if the male flowers and female flowers are found in different plants. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ യൂണിസെക്ഷൽ പ്ലാന്റ്സിനെ പറ്റി? ഓക്കെ, സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എന്ത്? അത്തരത്തിലുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരെന്താണ്? ഡയോഷ്യസ് പ്ലാന്റ്സ്. ഓക്കെ, മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും എന്താണ്? ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നതെങ്കിൽ ആ പ്ലാന്റ്സിന് പറയുന്ന പേരെന്താണ്? ഡയോഷ്യസ് പ്ലാന്റ്സ്. ഫ്ലവേഴ്സിന് പറയുന്ന പേരെന്താണ്? ബൈസെക്ഷൽ
ഫ്ലവേഴ്സ്. അപ്പോൾ ഇങ്ങനെ പറയാം, ഇഫ് മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എന്ത്? ഡയോഷ്യസ് പ്ലാന്റ്സ്. ഓക്കെ ആണോ? എല്ലാവരും പഠിച്ചോ? ഇനി നമ്മുടെ എക്സാമ്പിൾസ് ഓഫ് ഡയോഷ്യസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ പറഞ്ഞാൽ മതി. അതായത് പപ്പായ, പംകിൻ പ്ലാന്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. 2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. യൂണിസെക്ഷനിൽ പഠിച്ചാൽ ആ എക്സാമ്പിൾ തന്നെ എവിടെ എഴുതിയാൽ മതി? എവിടെ എഴുതിയാൽ മതി? ഡയോഷ്യസ് പ്ലാന്റിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി മൊണേഷ്യസ് പ്ലാന്റ്. അപ്പോൾ മൊണേഷ്യസ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിക്കേ. അതായത് മൊണേഷ്യസ് പ്ലാന്റ്സ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദി സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിൽ തന്നെ എന്തുണ്ട്? മെയിൽ ഫ്ലവേഴ്സും ഉണ്ട്, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട്. അതിൻ്റെ ആ പ്ലാന്റിന് പറയുന്ന പേരാണ് എന്ത്? മൊണേഷ്യസ് പ്ലാന്റ്സ്. മൊണേഷ്യസ്. ഓക്കെ, മൊണേഷ്യസ് പ്ലാന്റ്സ്. ആ ഫ്ലവേഴ്സിന് പറയുന്ന പേരെന്താണ്? ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ, ഡയോഷ്യസ് പ്ലാന്റ്സിൻ്റെ ഫ്ലവറിന് പറയുന്ന പേരെന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മൾ പഠിച്ച എക്സാമ്പിൾ പറയാം. അതായത് ഈ പറയുന്ന പോലെ എന്താണ്? ഷൂ ഫ്ലവർ, റോസ്, ലേഡീസ് ഫിംഗർ, അതൊക്കെ പറയാം. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആയാലും മതി കേട്ടോ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഒരു കുഞ്ഞ കാര്യം കൂടി പഠിച്ചാൽ നമുക്ക് നിർത്താം കേട്ടോ. ഇവിടെ നോക്കിക്കേ, പോളിനേഷൻ. ഈ പോളിനേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓവറിയിലുള്ള ഒവ്യൂളും ഫ്യൂസ് ചെയ്ത് ആണ് എന്ത്? അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ്, ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസിൽ എന്ത് കാണും? ഒരു മെയിൽ ഗാമറ്റ് കാണും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓവറിയിലുള്ള ഒവ്യൂളിൽ എന്ത് കാണും? ഒരു ഫീമെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ എന്താണ്? എഗ്ഗ് കാണും. അപ്പോൾ ഇവർ രണ്ടുപേരും ഫ്യൂസ് ചെയ്താണ് എന്ത് വരുന്നത്? ഒരു പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തൈ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന ആ ഒരു അതായത് പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് ആ പോകുന്ന ആ ട്രാൻസ്ഫർ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ. ഓക്കെ ആണോ? അതായത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther to the stigma is എന്ത്? പോളിനേഷൻ. സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് എങ്ങടേക്ക് എത്തുന്നു? ഓവറിയിലേക്കും ഒവ്യൂളിലേക്കും എത്തി ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാവുന്നു? കുഞ്ഞ് പ്ലാന്റ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു എല്ലാവരും? അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. ഓക്കെ, എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതൊക്കെ എന്തായാലും പഠിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നാളെയും നമ്മൾ ക്ലാസ് ഇടും. ഓക്കെ, നാളെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ പഠിപ്പിച്ച അത്രയും നിങ്ങൾ നന്നായിട്ട് ഒന്നും കൂടി റിവിഷൻ ചെയ്യണം. ഓക്കെ, മൺഡേ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എല്ലാവരും പഠിച്ചോ? ഇത്രയും ഇപ്പോൾ എത്ര ക്ലാസ് ആയായിരുന്നു? നമ്മൾ 3 ക്ലാസ് ഇട്ടില്ലായിരുന്നോ? അപ്പോൾ 3 ക്ലാസ്സും എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടാണോ ഇരിക്കുന്നത്? അപ്പോൾ പഠിച്ചില്ലെങ്കിൽ എന്തായാലും പഠിച്ചിട്ട് വേണം ഈ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. ഓക്കെ, എന്നാലാണ് നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡിയാണോ? എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്കെല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ?
അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെയായിരിക്കും? ഒന്ന് ഗസ് ചെയ്തേ. ഇപ്പോൾ ചിന്തിക്കേണ്ട ഫ്ലവറിൻ്റെ ഫ്രണ്ട്സോ? അതാരാ ഇപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട ആരെങ്കിലും? അപ്പം നമ്മുടെ ഫ്ലവറിനും ഉണ്ടെന്നേ ഫ്രണ്ട്സ്. നമുക്ക് ആ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നമുക്ക് വൈകി മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടും എഴുതണം. ഓക്കെ, എന്നാലാണ് നമ്മുടെ പരീക്ഷയ്ക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എന്ത് രസമല്ലേ ഈ ഫ്ലവർ കാണാനായിട്ട്. 2 ഫ്ലവേഴ്സ് ഉണ്ട്. ഒരു ഫ്ലവറിൽ ഒരു ബേർഡ് വന്നിരിക്കുന്നു, വേറൊരു ഫ്ലവറിൽ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നു. അല്ലേ, എന്തിനായിരിക്കും ഇവരിങ്ങനെ വന്നിരിക്കുന്നേ? എന്തിനായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തേൻ കുടിക്കാനായല്ലേ? അപ്പോൾ തേൻ കുടിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ ഈ ബേർഡും അതുപോലെ തന്നെ ഈ ബട്ടർഫ്ലൈയും ഈ ഫ്ലവറിൽ വന്നിരിക്കുന്നേ അല്ലേ? അപ്പോൾ ഈ ശരിക്കും നമ്മൾ തന്നെ ഈ ഫ്ലവർ കാണുമ്പോൾ നമ്മൾ തന്നെ അട്രാക്റ്റ് ആവുന്നു അല്ലേ? നമുക്ക് ഒരു കൗതുകം തോന്നുമല്ലേ ആ ഫ്ലവറിലേക്ക് നോക്കാനായിട്ട് അല്ലേ? അതെന്തായിരിക്കും കാരണം? യെസ്, നല്ല രസമുണ്ടല്ലേ അതിൻ്റെ കളറായിക്കോട്ടെ, പിന്നെ ഇപ്പോൾ എന്താ സ്മെല്ലും കൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലവറിലേക്ക് നമ്മളൊന്ന് അട്രാക്റ്റ് ആവൂലേ? അതായത് നമ്മൾ നല്ല കൗതുകപൂർവ്വം നമ്മൾ നോക്കൂലേ? അതുപോലെ നമ്മുടെ ബേർഡ്സിനെയും അതുപോലെ തന്നെ ഇൻസെക്ട്സ് അവരെയൊക്കെ എന്താണ് ആ ഫ്ലവറിൻ്റെ ബ്രൈറ്റ് കളർ അല്ലെങ്കിൽ അതിൻ്റെ ആ ബ്യൂട്ടി കൊണ്ട് ഇവരെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എന്തിനാ ഇവരിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നേ? എന്തിനായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, വൈ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് കം ടു ഫ്ലവേഴ്സ്. എന്തിനായിരിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ എന്തിനു വേണ്ടിയാ? നല്ല തേൻ കുടിക്കാനായിട്ടല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്നാ ഇംഗ്ലീഷിൽ പറയുന്നേ? നെക്ടർ. അപ്പോൾ ഫ്ലവേഴ്സ് ഗീവ് നെക്ടർ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആ വേർഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നെക്ടർ. ഓക്കെ ആണോ? നല്ല തേൻ പോലത്തെ ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ബേർഡ്സിനെയും ഇൻസെക്ട്സിനെയും ബ്രൈറ്റ് കളേഴ്സ് കൊണ്ട് ഫ്ലവർ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ നല്ല സ്വീറ്റ് സ്മെല്ലും കൊണ്ട് ഫ്ലവേഴ്സ് അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. ആരെ? നമ്മുടെ ഇൻസെക്ട്സിനെ, ബേർഡ്സിനെ. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ ഫ്ലവർ എന്ത് കൊടുക്കും? നല്ല സ്വീറ്റ് ജ്യൂസ് കൊടുക്കും ഇല്ലേ? ഓക്കെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ വെൽക്കം ചെയ്യും. എന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കും? സ്വീറ്റ്സ്, ജ്യൂസൊക്കെ കൊടുക്കില്ലേ? അതുപോലെ തന്നെയാന്നേ നമ്മുടെ ഫ്ലവറിൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഫ്ലവർ എന്ത് കൊടുക്കുന്നു? നെക്ടർ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നെക്ടർ. ഓക്കെ ആണോ? ഇനി എന്തിനാ ഈ ഫ്ലവർ നമ്മുടെ ഈ പറയുന്ന ബേർഡ്സിനെയും അതുപോലെ തന്നെ ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് ഫ്ലവറിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാ? അതായത് നമ്മുടെ ഈ ബേർഡ്സും ഇൻസെക്ട്സും ഫ്ലവറിൽ വന്നിരിക്കുമ്പോൾ ഇല്ലേ, ഈ പോളൻ ഗ്രെയിൻസ് ഇല്ലേ, പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൽ വന്നിരിക്കുമ്പോൾ ഈ ഇൻസെക്ട്സ്, ബേർഡ്സൊക്കെ നല്ല സ്വീറ്റ് ജ്യൂസ്, നെക്ടർ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പോളൻ ഗ്രെയിൻസ് അവരുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും, ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ബേർഡ്സും ഇൻസെക്ട്സും ആ ഫ്ലവറിൽ മാത്രമാണ് ഇരിക്കുകയുള്ളൂ. വീണ്ടും അവർക്ക് വിശക്കുമ്പോൾ അവരെന്ത് ചെയ്യും? വേറെ ഫ്ലവറിൽ ചെന്നിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ആ പോളൻ ഗ്രെയിൻസ് എവിടെ ചെല്ലും? വേറൊരു പ്ലാന്റിലേക്ക് ചെല്ലും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. എന്താ അത്? യെസ്, വെരി ഗുഡ്, പോളിനേഷൻ. മനസ്സിലായോ? അപ്പോൾ ഫ്ലവറിൻ്റെ പോളിനേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഫ്ലവർ എന്ത് ചെയ്തേ? നല്ല ബ്രൈറ്റ് കളേഴ്സ് കൊണ്ടും സ്മെല്ല് കൊണ്ടും അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് നല്ല സ്വീറ്റ് ജ്യൂസൊക്കെ കൊടുത്ത് എന്തിനാ? പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇനി അപ്പോൾ ഈ പോളിനേറ്റേഴ്സ് ആരാ? അതായത് ഈ പോളിനേഷന് സഹായിക്കുന്നത് ആരാ? അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളിനേറ്റേഴ്സ്. ഓക്കെ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിനേറ്റേഴ്സ്. അപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ പോളിനേറ്റേഴ്സ്, സഹായികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരൊക്കെയാ? നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? നമുക്ക് ഒരു 1, 2, 3 ഫ്രണ്ട്സൊക്കെ കാണത്തില്ലേ? അതുപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ ഫ്രണ്ട്സാണ് ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, വാട്ടർ. മനസ്സിലായോ? ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, വാട്ടർ. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ ഇൻസെക്ട്സ്, ബേർഡ്സ് ഓക്കെ, ഈ വിൻഡ് എങ്ങനെ വന്നു? അത് ഈ റൈസിനെയാണ് നമ്മുടെ വിൻഡ് ഹെൽപ്പ് ചെയ്യുന്നത്. റൈസിൽ പോളിനേഷൻ നടക്കാനായിട്ട് വിൻഡ് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാ? അതായത് ഈ റൈസിലെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട് ഒരെണ്ണ. അപ്പോൾ ഈ വിൻഡ് വഴി എന്ത് ചെയ്യും? ആ പോളൻ ഗ്രെയിൻസ് പറന്ന്
വേറെ വേറൊരു സ്ഥലത്ത് വന്ന് ചെല്ലും. ഓക്കെ, അപ്പോൾ റൈസിൽ ഹെൽപ്പ് ചെയ്യുന്ന പോളിനേറ്റർ ആരാ? നമ്മുടെ റൈസിൻ്റെ ഫ്രണ്ട് ആരാ? റൈസിൻ്റെ ഫ്രണ്ട് വിൻഡ്. ഓക്കെ ആണോ? ഇനി നമ്മുടെ ബ്ലാക്ക് പെപ്പറിൽ നമ്മുടെ കുരുമുളകിൻ്റെ ഫ്രണ്ട് ആരാന്നറിയോ? കുരുമുളകിൻ്റെ ഫ്രണ്ട് ആരാ? യെസ്, കുരുമുളകിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ആര്? നമ്മുടെ വാട്ടർ. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോഴേ നമ്മുടെ ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളകിൻ്റെ ഫ്രണ്ട് ഈ വാട്ടർ ആവാൻ കാരണം എന്നാന്നോ? ഈ ബ്ലാക്ക് പെപ്പറിൻ്റെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനം, ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ പാവം ഇൻസെക്ട്സും ബേർഡ്സിനും ആ വെയിറ്റ് താങ്ങാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഭയങ്കര വെയിറ്റുള്ള സാധനം കാറ്റ് വരുമ്പോൾ പറന്നു പോവുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പെപ്പറിനെ സഹായിക്കുന്നത് ആരാണ്? വാട്ടർ. അപ്പോൾ ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട് ആരാണ്? യെസ്, വെരി ഗുഡ്, വാട്ടർ ആണ് ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട്. അപ്പോൾ പോളിനേറ്റേഴ്സ് ആരാന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, വാട്ടർ. ഒന്നും കൂടി പറഞ്ഞേ എല്ലാവരും. ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, വാട്ടർ. പഠിച്ച എല്ലാവരും? ഉറപ്പാണോ? ഒന്നും കൂടി തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, വാട്ടർ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മുടെ ഇവിടെ നോക്കിക്കേ, ഇൻസെക്ട്സും ബേർഡ്സും എന്താ? അവർക്ക് ജീവനുണ്ടല്ലേ? അപ്പോൾ ലിവിങ് പോളിനേറ്റേഴ്സ് ആണ്. എന്നാൽ വിൻഡിനും വാട്ടറിനും ജീവനുണ്ടോ? ഇല്ല. അതപ്പോൾ എന്താ? നോൺ ലിവിങ് പോളിനേറ്റേഴ്സ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ പഠിക്കേണ്ട എന്തൊക്കെയാണ്? പോളിനേറ്റേഴ്സ് ആരാണ്? ഓക്കെ, പോളിനേറ്റേഴ്സ് ആരാണ്? ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, വാട്ടർ. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും പഠിച്ചോ? ഇനി പിന്നെ നിങ്ങൾ എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ബ്ലാക്ക് പെപ്പർ നമ്മൾ പറഞ്ഞായിരുന്നു. ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട് ആരാണ്? ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട് യെസ്, വാട്ടർ. ഓക്കെ, ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട് വാട്ടർ. ഓക്കെ ആണോ? ഇനി റൈസിൻ്റെ ഫ്രണ്ട് ആരാ? യെസ്, റൈസിൻ്റെ ഫ്രണ്ടാണ് വിൻഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ എന്തായാലും പോളിനേറ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പറിൻ്റെ പോളിനേറ്റർ ആരാന്നും റൈസിൻ്റെ പോളിനേറ്റർ ആരാന്നും പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും ക്ലിയർ ആക്കിയോ? അവസാനം ചോദ്യം ചോദിക്കുകയും പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ ഈ പറയുന്ന ബേർഡ്സിനെയും ഇൻസെക്ട്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ്? ഫ്ലവർ ഹാവ് ബ്രൈറ്റ് കളേഴ്സ്, ഫ്ലവർ ഹാവ് സ്മെൽ, പിന്നെയോ ഫ്ലവർ പ്രൊവൈഡ്സ് നെക്ടർ, അല്ലെങ്കിൽ നല്ല സ്വീറ്റ് ജ്യൂസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ നമ്മുടെ ഇൻസെക്ട്സിനെയും ബേർഡ്സിനെയും പോളിനേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻസെക്ട്സിനെയും ബേർഡ്സിനെയും വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് പറഞ്ഞേ. വിച്ച് ആർ ദ പോളിനേറ്റേഴ്സ് യു ഹാവ് കം ടു നോ അബൌട്ട് സോഫ? തൊട്ട് മുന്നേ പഠിപ്പിച്ച പോളിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? എല്ലാവരും മിടുക്കനായിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. എല്ലാവരും പറയണം കേട്ടോ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇൻസെക്ട്സ്, പിന്നെയോ ഇൻസെക്ട്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പിന്നെയോ ബേർഡ്സ്, ഇൻസെക്ട്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പിന്നെയോ വിൻഡ് ഉണ്ട്. വെരി ഗുഡ്. വാട്ടർ ഉണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇപ്പം തരൂ കേട്ടോ. ഒരു ചെറിയ കാര്യം കൂടി പഠിപ്പിച്ചാൽ നമുക്ക് തീരും. ഓക്കെ ആണോ? എല്ലാവരും മടുത്തോ? ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നാളെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരാം. ഒത്തിരി പഠിപ്പിച്ചാൽ നിങ്ങൾ മറന്നു പോകത്തില്ലേ? അപ്പോൾ ഓരോ ദിവസവും കുറച്ച് ടോപ്പിക്സാണ് പഠിപ്പിക്കുന്നുള്ളൂ. അതെന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാനായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവേണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുമോ ക്ലാസ് മനസ്സിലാവേണ്ടെന്ന്? ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ബോറടിച്ചോ? എല്ലാവരും ബോറടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഒരു ചെറിയ ടോപ്പിക്കോട് കൂടി കഴിഞ്ഞാൽ നമ്മൾ തീരും കേട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ.
ടൈപ്സ് ഓഫ് പോളിനേഷൻ. അപ്പോൾ നമ്മൾ പോളിനേഷൻ എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇനി 2 ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സെൽഫ് പോളിനേഷൻ, സെക്കൻഡ് വൺ ആണ് ക്രോസ് പോളിനേഷൻ. ഇത് പഠിക്കാനായിട്ട് നല്ലൊരു ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സെൽഫ് പോളിനേഷൻ, നമ്മളെല്ലാവരും സെൽഫി എടുക്കാറുണ്ടല്ലേ? സെൽഫി എടുക്കുന്ന നമ്മളെ തന്നെ നമ്മൾ എടുക്കുവാല്ലേ? ഓക്കെ, അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് സെയിം ഫ്ലവറിൽ നിന്നും സെയിം ഫ്ലവറിലേക്കോ അല്ലെങ്കിൽ സെയിം ഫ്ലവറിൽ നിന്നും സെയിം പ്ലാന്റിലെ വേറെ ഫ്ലവേഴ്സിലേക്കോ പോകുന്നതിനാണ് എന്ത് പറയുന്ന? സെൽഫ് പോളിനേഷൻ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരട്ടെ. ഇവിടെ നോക്കിക്കേ, ഫിഗർ 1. ഇവിടെ നോക്കിക്കേ, പോളിനേഷൻ എവിടെ നിന്നാണ് നടക്കുന്ന? അതായത് പോളൻ ഗ്രെയിൻസ് സെയിം ഫ്ലവറിൽ നിന്നും ആ ഫ്ലവറിലേക്ക് തന്നെയല്ലേ വന്നേക്കുന്ന. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കിക്കേ, പോളൻ ഗ്രെയിൻസ് ആ പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്നും ആ സെയിം പ്ലാന്റിലെ അടുത്ത ഫ്ലവറിലേക്ക് ചെന്നേക്കുന്ന. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? സെൽഫ് പോളിനേഷൻ. സെയിം പ്ലാന്റിലല്ലേ നടക്കുന്ന. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സെൽഫ് പോളിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞാൽ മതി. പോളൻ ഗ്രെയിൻസ് മൂവ് ഫ്രം സെയിം ഫ്ലവർ ടു സെയിം ഫ്ലവർ ഓർ ടു സെയിം പ്ലാന്റ്. എളുപ്പമല്ലോ? പഠിക്കണതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാൽ ഈ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്താ? ഒരു പ്ലാന്റിൽ നിന്നും വേറൊരു പ്ലാന്റിലേക്കല്ലേ നമ്മൾ ചെല്ലുന്ന? നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്ന? അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഗോസ് ടു എ ഡിഫറെൻറ്റ് പ്ലാന്റ് ഓഫ് സെയിം കൈൻഡ്. ഓക്കെ, മനസ്സിലായോ? ഡിഫറെൻറ്റ് പ്ലാന്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ പോളൻ ഗ്രെയിൻസ് ഇപ്പോൾ 2 റോസാപ്പൂക്കളുണ്ട്. അപ്പോൾ ഒരു റോസാപ്പൂ ഉള്ള ചെടിയിൽ നിന്നും പോളൻ ഗ്രെയിൻസ് പോയി മറ്റേ റോസാപ്പൂവിൻ്റെ ചെടിയിലെ റോസാപ്പൂവിലേക്ക് എത്തുന്നു. ഓക്കെ, രണ്ടും റോസാപ്പൂവിൻ്റെ ചെടികളാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് സെയിം കൈൻഡ്. അപ്പോൾ പോളൻ ഗോസ് ടു എ ഡിഫറെൻറ്റ് പ്ലാന്റ് ഓഫ് സെയിം കൈൻഡ് ആണെങ്കിൽ എന്താണ്? ക്രോസ് പോളിനേഷൻ. നിങ്ങൾ മറന്നു പോവോ? സെൽഫ് പോളിനേഷൻ നമ്മൾ എന്തോർക്കണം? നമ്മൾ സെൽഫി എടുക്കുന്നു, നമ്മളെ തന്നെ. ഓക്കെ, ക്രോസ് പോളിനേഷൻ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലാന്റിലേക്കാണ് ചെല്ലുന്നത്. എല്ലാവരും മനസ്സിലായോ? അപ്പോൾ ഈ ഫിഗർ 3 നിങ്ങളൊന്ന് നോക്കിക്കേ. അവിടെ എന്താണ്? ഈ ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് ആ ടൈപ്പ് വരുന്ന പ്ലാന്റിലെ വേറൊരു പ്ലാന്റിലെ ഫ്ലവറിലേക്കല്ലേ ചെന്നേക്കുന്നത്. മനസ്സിലായോ? 2 പ്ലാന്റ്സും സെയിം പ്ലാന്റ്സാണ്. ഓക്കെ, സെയിം ടൈപ്പ് പ്ലാന്റ്സാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഫിഗർ 1 എന്താണ്? പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ടു ദ സെയിം ഫ്ലവർ. എന്നാൽ ഫിഗർ 2 എന്താ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഫിഗർ 3 എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും പറയണേ. കുറച്ച് പേര് മടി പിടിച്ചിരിക്കണമെന്ന് തോന്നുന്നു. എല്ലാവരും പറയണം. ഓക്കെ, എല്ലാവരും പറഞ്ഞു എന്ന് വിചാരിക്കുകയാണേ. നമുക്ക് നോക്കാം. ഫിഗർ 1, പോളൻ ഫാൾസ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. ഓക്കെ ആലോ? ഫിഗർ 2 എന്താ പറയുന്ന? പോളൻ ഗോസ് ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഫ്ലവർ ഓൺ ദി സെയിം പ്ലാന്റ്. ഓക്കെ, ഫിഗർ 3 എന്താ പറയുന്ന? പോളൻ ഫ്രം വൺ പ്ലാന്റ്സ് ഫ്ലവർ ഗോസ് ടു അനദർ പ്ലാന്റ്സ് ഫ്ലവർ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഇതുപോലെ ഫിഗർ വരും. എന്നിട്ട് നിങ്ങളോട് ആ ഫിഗറിൽ ചോദിക്കും, ഫിഗർ വെച്ചുകൊണ്ട് ചോദിക്കും. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് സെൽഫ് പോളിനേഷൻ, എന്താണ് ക്രോസ് പോളിനേഷൻ എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി വെച്ചോ. പിന്നെ നമ്മൾ എന്തൊക്കെയെന്ന് പഠിച്ചേ? വേറെ എന്തൊക്കെയാണ്? യെസ്, നമ്മുടെ പോളിനേറ്റേഴ്സ്, നമ്മുടെ ഫ്ലവറിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് പഠിച്ചു. ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട് ആരാന്ന് പഠിച്ചു. റൈസിൻ്റെ ഫ്രണ്ട് ആരാന്ന് പഠിച്ചു അല്ലേ? പിന്നെ എന്താ പഠിച്ചേ? ഹൗ ഫ്ലവേഴ്സ് ഗെറ്റ് ഹെൽപ്പ്. എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബേർഡ്സും അതുപോലെ തന്നെ ഇൻസെക്ട്സും നമ്മുടെ ഫ്ലവറിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ എങ്ങനെയാണ് ഫ്ലവറിലേക്ക് നമ്മുടെ ഇൻസെക്ട്സും ബേർഡ്സും വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വരുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം എല്ലാവരും പഠിച്ചോ? ഇന്ന് ഇത്രയും പോരെ?
നെക്സ്റ്റ് ഡേ നമുക്ക് എന്താണ് ആഫ്റ്റർ പോളിനേഷൻ. ഇപ്പോൾ എന്താണ് പോളൻ ഗ്രെയിൻസ് വന്നെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഫ്ലവർ ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യം എല്ലാവരും പഠിച്ചോ? മിടുക്കനായിട്ട് നോട്ട് എഴുതിയെടുക്കണം. മിടുക്കനായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിൽ നമ്മൾ വാങ്ങിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റിനോടുകൂടി നമുക്ക് തീർക്കാം കേട്ടോ. എല്ലാവരും അടുത്ത് പോയോ? ഒരു ചെറിയ ക്വസ്റ്റിനും കൂടി കേൾക്കാനുള്ള സമയം കാണുമോ? നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേജ് നമ്പർ 70 ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം കേട്ടോ. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പോളിനേഷൻ, പുട്ട് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ. അതായത് പോളിനേഷനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സിന് ടിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണോ? ഇൻ ഡയേഷ്യസ് പ്ലാന്റ്സ് only ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ്. അതായത് എന്താണ്? ഡയേഷ്യസ് പ്ലാന്റ്സിൽ ക്രോസ് പോളിനേഷൻ മാത്രം നടക്കുകയുള്ളൂ എന്ന്. ശരിയാണോ? ഡയേഷ്യസ് പ്ലാന്റ്സിൽ എന്താണ്? മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും എവിടെ കാണുന്നത്? സെപ്പറേറ്റ് പ്ലാന്റ്സിലല്ലേ കാണുന്നത്. അപ്പോൾ അവിടെ ക്രോസ് പോളിനേഷൻ അല്ലേ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും നമ്മൾ പറഞ്ഞായിരുന്നു, മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും ഫ്യൂസ് ചെയ്താണ് എന്തുണ്ടാകുന്നത്? ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ സെയിം പ്ലാന്റിൽ ഒരെണ്ണേ കാണുള്ളൂ. ഒന്നുമില്ലെങ്കിൽ മെയിൽ ഗാമെറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമെറ്റ്. അപ്പോൾ മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇൻ ഡയേഷ്യസ് പ്ലാന്റ്സിൽ എന്താണ് നടക്കുന്നത്? ക്രോസ് പോളിനേഷൻ ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതുപോലെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യനിൽ ചോദിക്കും. ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മൊണേഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ്. നമ്മൾ പറഞ്ഞായിരുന്നു മൊണേഷ്യസ് പ്ലാന്റ്സിൽ എന്താണ്? മെയിൽ ഗാമെറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ ക്രോസ് പോളിനേഷൻ്റെ ആവശ്യമുണ്ടോ? ക്രോസ് പോളിനേഷൻ വഴി പോസിബിളാണ്, എന്നാൽ സെൽഫ് പോളിനേഷൻ വഴി പോസിബിളാണ്. ഇവിടെ നോക്കിക്കേ, ഒള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒള്ളി ക്രോസ് പോളിനേഷൻ മാത്രം നടക്കുള്ളൂ എന്ന് പറഞ്ഞ്. അല്ലല്ലോ, സെൽഫ് പോളിനേഷനും നടക്കത്തില്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. യെസ്, ഇപ്പം നമ്മൾ പറഞ്ഞു ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അവിടെ മെയിൽ ഫ്ലവേഴ്സ്, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താ? അവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്, അല്ലെങ്കിൽ മെയിൽ ഗാമെറ്റും ഉണ്ട്, ഫീമെയിൽ ഗാമെറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? സെൽഫ് പോളിനേഷനും നടക്കും, ക്രോസ് പോളിനേഷനും നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ? അപ്പോൾ ഇതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ എല്ലാവരും നാളെ പഠിച്ചിട്ട് വരെ. ഇന്ന് ചെറിയ ടോപ്പിക്കെല്ലാം എടുത്തോളൂ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വന്നോട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ? ബേസിക് സയൻസിന് ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ്. എല്ലാവരും ഇന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല. പകരം സാറ്റർഡേ സൺഡേ ഇന്ന് വരെ പഠിപ്പിച്ച എല്ലാ ടോപ്പിക്സും എന്തായാലും ഷുവറായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാം പഠിക്കണം. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. സാറ്റർഡേ സൺഡേ ഫുൾ പഠിച്ചിട്ട് വേണം എന്താണ് മൺഡേയിലത്തെ നെക്സ്റ്റ് ക്ലാസ് കേൾക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നല്ല സിമ്പിളായിട്ട് ഒരു ചെറിയ ടോപ്പിക് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും ഉഴപ്പൊന്നും ചെയ്യരുത്. നമ്മൾ എന്തായാലും പഠിച്ചിട്ട് നമുക്ക് എന്താണ് കുറച്ച് നേരം കളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇന്ന് നോക്കുന്നത് ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ? നമ്മൾ പറയുന്ന എന്താണ്? എങ്ങനെയാണ് ഒരു പ്ലാന്റ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പോളിനേഷനെ പറ്റി പഠിച്ചൂലേ? പോളിനേഷനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അതായത് എന്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ്, ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻസിനെ ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെ എന്താണ് വേറൊരു പ്ലാന്റിലെ ഫ്ലവറിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ആ പ്ലാന്റിൽ തന്നെ സെയിം ഫ്ലവറിലേക്കോ അല്ലെങ്കിൽ ആ പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന് പഠിച്ചു.
ഓക്കെ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? നമുക്ക് നോക്കാം. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എത്തി, ഇനി എന്നെ സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഫാൾസ് ഓൺ ദ ഫ്ലവർ സ്റ്റിഗ്മ. ഓക്കെ, അപ്പോൾ ഈ ബേർഡ്സ്, ഇൻസെക്ട്സ് ഒക്കെ പോളൻ ഗ്രെയിൻസ് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസ് അവിടെ ഇരിക്കുമോ? ഇല്ല. എന്ത് ചെയ്യും? അവിടെ അവരെന്ത് ചെയ്യും? ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കും. മനസ്സിലായോ? നമ്മുടെ സ്ട്രോ ഒക്കെ ഇല്ലേ, നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സ്ട്രോ ഇല്ലേ, അതുപോലത്തെ ഒരു ട്യൂബ്. ആ ട്യൂബിന് പറയുന്ന പേരാണ് എന്ത്? പോളൻ ട്യൂബ്. അങ്ങനത്തെ ഒരു ട്യൂബ് ഉണ്ടാക്കും. ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസ്. നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലെത്തിയ പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാക്കും? ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കൂലേ. എന്നിട്ട് ആ പോളൻ ഗ്രെയിൻസിലുള്ള ദ മെയിൽ ഗാമറ്റ്, ഓക്കെ, അതായത് എന്താണ് മെയിൽ ഗാമറ്റ്? മീൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ല്, ഓക്കെ, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പോൾ ദ മെയിൽ ഗാമറ്റ്, പോളൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗാമറ്റ് എന്ത് ചെയ്യും? ഈ പോളൻ ട്യൂബിലൂടെ ട്രാവൽസ് ത്രൂ ദ ട്യൂബ് ടു ദി, എങ്ങടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്? നമ്മുടെ ഓവറിയിലേക്കാണ്. ആര് ട്രാവൽ ചെയ്യുന്നത്? നമ്മുടെ മെയിൽ ഗാമറ്റ് ട്രാവൽ ചെയ്യുന്ന. അവിടെ ആരുണ്ട്? നമ്മുടെ ഫീമെയിൽ ഗാമറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൽ ഗാമറ്റ് പോളൻ ട്യൂബിലൂടെ നടന്ന് എവിടെ എത്തി? നമ്മുടെ ഓവറിയിലെ ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്തി. ഓക്കെ, അവർ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്ത് എന്തുണ്ടാകുന്നു? അവർ ജോയിൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, സൈഗോട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫെർട്ടിലൈസേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്നാന്ന് മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞ? പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലെത്തി. എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു പോണേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു ട്യൂബ് ഉണ്ടാക്കി, ഒരു പോളൻ ട്യൂബ്, ഒരു വഴി ഉണ്ടാക്കി. എന്നിട്ട് അതേക്കടെ നമ്മുടെ മെയിൽ ഗാമറ്റ് നമ്മുടെ ട്യൂബിക്കടെ ഓവറിയിലെത്തി. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും എന്താണ്? ജോയിൻ ചെയ്ത് ആരുണ്ടായി? നമ്മുടെ സൈഗോട്ട് ഉണ്ടായി. അതിന് പറയുന്ന പേരെന്താണ്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ ആണോ? ഇനി നമുക്കൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. അതായത് എന്താണ്? ഒരു പോസ്റ്റ്മാൻ, നമ്മുടെ പോളൻ ഗ്രെയിൻ ഒരു പോസ്റ്റ്മാനാണെന്ന് വിചാരിച്ചോ. പോളൻ ഗ്രെയിൻ ഒരു പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാൻ്റെ കയ്യിൽ എന്തുണ്ടാവും? ഒരു ലെറ്റർ ഉണ്ടാവില്ലേ. ആ ലെറ്റർ നമുക്ക് എന്താണ്? മെയിൽ ഗാമറ്റായിട്ട് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പോസ്റ്റ്മാൻ ഈ ലെറ്റർ എന്താണ്? പോസ്റ്റ് ബോക്സിലിടണ്ടേ? അപ്പോൾ പോസ്റ്റ് ബോക്സിലിടാനുള്ള ആ പൈപ്പിക്കടെയാണ് പോസ്റ്റ്മാൻ നമ്മുടെ ലെറ്ററായ മെയിൽ ഗാമറ്റ്. പൈപ്പ് ആണ് നമ്മുടെ പോളൻ ട്യൂബ്. എന്തിലേക്ക് ഇട്ടു? പോസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. പോസ്റ്റ് ബോക്സ് ആണ് അവിടെ ആര്? നമ്മുടെ ഓവറി. അങ്ങനെ നമ്മുടെ ലെറ്റർ, ഓക്കെ, ലെറ്റർ നമ്മുടെ റിസീവർ, കിട്ടിയ ആൾ അല്ലെങ്കിൽ ആ ലെറ്റർ കിട്ടുന്ന ആൾ, അതാണ് നമ്മുടെ എഗ്. അവരെന്താണ്? എ ന്യൂ സ്റ്റോറി ബിഗിൻസ്. അവിടെ എന്താണ്? അവിടെ ഒരു പുതിയ ഒരു തുടക്കം, ഒരു കഥയുടെ തുടക്കം. അതായത് ഒരു ബേബി പ്ലാന്റ് അവിടെ എന്ത് ചെയ്യണു? ഉണ്ടാവുന്നു. മനസ്സിലായോ എല്ലാവർക്കും? അപ്പം ഇനി എല്ലാവരും മറന്നു പോവോ? എല്ലാവരും പഠിച്ചോ? എന്തായാലും പഠിക്കണം. പിന്നെ നിങ്ങൾ കമൻ്റ് ഇടാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ, മറക്കാണ്ട് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ സാറ്റർഡേ സൺഡേ എല്ലാവരും ഇരുന്ന് പഠിക്കണം. അപ്പോൾ എല്ലാവരും അടുത്തോ? ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് പോയിട്ട് നിർത്തിയാലോ? ഇപ്പം തീരൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ പോളൻ ഗ്രെയിന് ഇവിടെ വന്ന് നിൽക്കുവാണ്. നമ്മുടെ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് നിന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കി. എന്നിട്ടോ ഈ പോളൻ ഗ്രെയിൻ ഈ പോളൻ ട്യൂബിക്കടെ ഇറങ്ങി എവിടെ വരും? നമ്മുടെ ഓവറിയിൽ വരും. ഓക്കെ, എന്നിട്ട് ഓവറിയിൽ നമ്മുടെ എന്താണ്? എഗ്ഗായിട്ട് നമ്മുടെ ഫീമെയിൽ ഗാമറ്റായിട്ട് ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു? ഒരു ബേബി പ്ലാന്റ് ഉണ്ടാകുന്നു. മനസ്സിലായോ?
അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഈ പടം നമ്മുടെ എക്സാമിന് വന്നിട്ട് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കും. അപ്പോൾ എന്തായാലും തെറ്റിക്കാണ്ട് എന്ത് ചെയ്യണം, അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് എന്താണ് പോളൻ ഗ്രെയിൻ, പോളൻ 2, അതുപോലെ തന്നെ ഓവറി അടയാളപ്പെടുത്താനായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ അവിടെ സംഭവിച്ചു. മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും ജോയിൻ ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു ന്യൂ പ്ലാന്റ് ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇവിടെ ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് സംഭവിക്കുമെന്നോ, നമ്മുടെ പെറ്റൽസ് എന്ത് ചെയ്യുന്നു, വെതർ, ദാറ്റ് മീൻസ് എന്താണ്, കൊഴിഞ്ഞുപോയി. ഓക്കെ, പെറ്റൽസ് എന്ത് ചെയ്യുന്നു, വെതർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫാൾ ഓഫ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ പെറ്റൽസ് എന്ത് ചെയ്യുന്നു, ഫാൾ ഓഫ്, കൊഴിഞ്ഞു പോകുന്നു. ഇനി സെപ്പൽസോ, സെപ്പൽസ് സ്റ്റേ ഫോർ സം ടൈം ദെൻ ഡ്രൈ, കുറച്ച് നേരത്തേക്ക് നിൽക്കും, എന്നിട്ട് അവരെന്ത് ചെയ്യും, അവരും ഉണങ്ങിപ്പോവും. പിന്നെ നമ്മുടെ പെഡിക്കിൾ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കാനാണ് പറഞ്ഞേക്കുന്ന, നമ്മുടെ ബലൂൺ, അതായത് ഫ്ലവറിനെ ഹോൾഡ് ചെയ്യുന്ന ആളാണല്ലേ പെഡിക്കിൾ. അപ്പോൾ ആ പെഡിക്കിൾ പിന്നെ എന്തിനെ ഹോൾഡ് ചെയ്യും, നമ്മുടെ ഫ്രൂട്ടിനെ ഹോൾഡ് ചെയ്യും. മനസ്സിലായോ, നമ്മുടെ ഫ്രൂട്ടിനെ ഹോൾഡ് ചെയ്യും. ഓക്കെ ആണോ. ഇനി ഓവറി എന്താവും, ബിക്കംസ് ഫ്രൂട്ട്, നല്ല ടേസ്റ്റുള്ള എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. ആ ഫ്രൂട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ്? എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? ഓക്കെ, പിന്നെ നമ്മുടെ ഒവ്യൂൾ എന്തായിട്ട് മാറും, ബിക്കംസ് സീഡായിട്ട് ആര് മാറും, ഒവ്യൂള് മാറും. ഇനി സൈഗോട്ട്, നമ്മൾ പറഞ്ഞു മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും ജോയിൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. ആ സൈഗോട്ട് എന്താകുന്നു, ബിക്കംസ് എംബ്രയോ, അതായത് എന്താ, ബേബി പ്ലാന്റ് ഇൻസൈഡ് സീഡിനുള്ളിൽ ഒരു ബേബി പ്ലാന്റ് ആയിട്ട് ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചോ. അപ്പോൾ എന്താണ്, പെറ്റൽസ് എന്ത് ചെയ്യുന്നു, ഫാൾ ഓഫ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പെറ്റൽസ് ഫാൾ ഓഫ്, സെപ്പൽസോ സ്റ്റേ ഫോർ സം ടൈം, പിന്നെ എന്ത് ചെയ്യുന്നു, ദെൻ ഡ്രൈ. പെഡിക്കിൾ ഇപ്പം എന്താണ്, ഹോൾസ്. ഫ്രൂട്ട്, ഓവറിയോ, ബിക്കംസ് ഫ്രൂട്ട്, ഓവറി ബിക്കംസ് ഫ്രൂട്ട്, ഒവ്യൂൾ എന്താണ്, ബിക്കംസ് സീഡ്. ഓക്കെ ആണോ. ഇനി സൈഗോട്ട് എന്താകും, എംബ്രയോ, ബിക്കംസ് എംബ്രയോ. എല്ലാവരും പഠിച്ചോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ, ഫെർട്ടിലൈസേഷൻ പഠിച്ചു, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പഠിച്ചു. എല്ലാവരും ക്ലിയർ ആയോ? ഒരു 1 മിനിറ്റ് എടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തൊക്കെയാണ് പഠിച്ച്, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേ. എല്ലാവരും ചിന്തിക്കണം കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും പറ്റൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, what happens to pollen grain after pollination? പോളിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിന് എന്നാ സംഭവിക്കുന്നത്, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാക്കും, ഒരു ട്യൂബ് ഉണ്ടാക്കൂലേ, എന്നിട്ട് എവിടെ ചെല്ലും, നമ്മുടെ എന്താണ്, നമ്മുടെ ഓവറിയിലേക്ക് ചെല്ലും. അപ്പോൾ പോളൻ മേക്സ് എ ട്യൂബ് ടു ഗോ ഇൻസൈഡ് ദ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് എന്തുണ്ടാക്കും, ഒരു ട്യൂബ് ഉണ്ടാക്കൂലേ. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, പോളൻ ഗ്രെയിൻസ് മേക്സ് എ ട്യൂബ് ടു റീച്ച് ദി ഓവറി. അങ്ങനെ പറഞ്ഞാലും മതി. അപ്പോൾ എല്ലാവരും പഠിച്ചോ. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും പറഞ്ഞോ, എല്ലാവർക്കും പോയിൻ്റ് കിട്ടിയോ?
നമുക്ക് 4 പോയിൻറ്റ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും പറഞ്ഞവർക്ക് 1 പോയിൻ്റ് കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആൻസർ പറയുന്നവർക്ക് 2 പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇപ്പോൾ ക്ലാസ്സിലായിരുന്നെങ്കിൽ നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി എന്നുള്ള കാര്യം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോവാ കേട്ടോ. ഇത് ഹൗ ഡസ് ദ മെയിൽ ഗാമെറ്റ് റീച്ച് ദ ഓവറി? എങ്ങനെയാണ് മെയിൽ ഗാമെറ്റ് നമ്മുടെ ഓവറിയിൽ എത്തുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. കുറേ പേരൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, കുറേ പേരൊക്കെ ഇങ്ങനെ മടിച്ചിരിക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു ഒന്ന്. യെസ്, അതായത് എന്താണ്, ഈ ട്രാവൽസ് ഇൻസൈഡ് ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബിലൂടെ ആര് പാസ് ചെയ്യുന്നു? മെയിൽ ഗാമെറ്റ് പാസ് ചെയ്യുന്നു, എന്നിട്ട് ഓവറിയിൽ എത്തുന്നു. അപ്പോൾ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൽ ഗാമെറ്റ് ട്രാവൽസ് ത്രൂ ദി പോളൻ ട്യൂബ് ടു റീച്ച് ദി ഓവറി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പോൾ മെയിൽ ഗാമെറ്റിനെ നമുക്കൊരു പാസഞ്ചറായിട്ട് കൂട്ടാം, ഒരു യാത്രക്കാരൻ. പോളൻ ട്യൂബിനെ നമുക്കൊരു ബസ്സായിട്ട് കൂട്ടാം, ഓവറി നമുക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പായിട്ട്. അപ്പോൾ നമ്മൾ പാസഞ്ചർ എന്തിൽ കയറുന്നു? ബസ്സിൽ കയറുന്നു, എന്നിട്ട് എവിടെ എത്തുന്നു? ബസ് സ്റ്റോപ്പിലെത്തുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഇതിന് പോയിൻ്റ് എല്ലാവർക്കും കിട്ടിയോ? അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും ആൻസർ പറഞ്ഞവർക്ക് 2 പോയിൻറ്റ്സ് ആയിട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും പറഞ്ഞേ. യെസ്, ഇറ്റ് ഈസ് ദ ജോയിനിങ് ഓഫ് മെയിൽ ഗാമെറ്റ് ആൻഡ് എഗ് ടു ഫോം എ സൈഗോട്ട്. ഓക്കെ, അപ്പോൾ മെയിൽ ഗാമെറ്റ് അല്ലെങ്കിൽ മെയിൽ ഗാമെറ്റ് ആൻഡ് എഗ് ജോയിൻസ് ആൻഡ് ഫോം എ സൈഗോട്ട്. ദ പ്രോസസ് ഈസ് കോൾഡ് എന്താണ്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നമ്മുടെ ഗാമെറ്റ്സ് ഒരു എന്താണ്, ഗാമെറ്റ്സ് 2 വ്യക്തികളാണെങ്കിൽ അവരുടെ മാരേജ്, എന്നിട്ട് അവർക്കൊരു ബേബി ഉണ്ടാകുന്നു എന്ന് ഓർത്താലും മതി. ഓക്കെ ആണോ? അപ്പോൾ ഇറ്റ് ഈസ് ദ ജോയിനിങ് ഓഫ് മെയിൽ ഗാമെറ്റ് ആൻഡ് എഗ് ടു ഫോം എ എന്ത്? ബേബി സെൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞു. എത്ര പേർക്ക് 3 പോയിൻറ്റ്സ് കിട്ടി? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, റെഡിയാണോ എല്ലാവരും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബൈ വിച്ച് നെയിം ഇസ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് നോൺ? നമ്മുടെ എന്താണ്, മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും ജോയിൻ ചെയ്ത് ഉണ്ടാവുന്നത് ആരാണ്? സൈഗോട്ട്. അപ്പോൾ 4 പോയിൻറ്റ്സ് കിട്ടിയവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം, ടീച്ചർ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറയണം. ഓക്കെ, 4 മാർക്സ് കിട്ടിയെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ പോയിൻറ്റ്സ് കുറഞ്ഞു പോയവർ വിഷമിക്കേണ്ട, നമുക്ക് അടുത്തതിന് നമ്മൾ വാങ്ങിച്ചിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ എല്ലാം നല്ല മിടുക്കരായിട്ട് ആൻസർ ചെയ്യണം. എല്ലാവരും പഠിച്ചിട്ട് വന്നോ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ്, എല്ലാവരും പഠിച്ചിട്ട് വരുമോ? അപ്പോൾ ഇത്രയും പഠിച്ചത് എല്ലാവരും പഠിക്കുക. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എന്തായാലും എന്താണ്, ഫുൾ മാർക്ക് ഉറപ്പാണ്. പിന്നെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ എല്ലാവരും കമൻറ്റ് ഇടുമോ? നല്ലതായിരുന്നു എന്ന് പറയൂ എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് മൺഡേ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എല്ലാവരും ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോ? ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ, ഒരു ക്ലാസ്സും കൂടി ഉള്ളൂ. അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും എന്തായാലും പഠിച്ചോ? ഉറപ്പാണോ? നമുക്ക് ഈ പ്രാവശ്യം ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നും ചെറിയ ടോപ്പിക്കുള്ളൂ, അപ്പോൾ എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാവേ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അതായത് ഫ്ലവറിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? എസ്, ഫ്രൂട്ട് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഫ്ലവറിൽ നിന്ന്. ഓക്കെ, ഇനി നമ്മളെ ഒരു ഫ്രൂട്ട് പഠിക്കാം. എന്താണ് ഈ പറയുന്ന സിമ്പിൾ ഫ്രൂട്ട്? അപ്പോൾ എന്താണ് സിമ്പിൾ ഫ്രൂട്ട് എന്ന് നോക്കാം. അതായത് എന്താണെന്നോ, നമ്മുടെ ഫ്ലവറിന് if flower has only one ovary,
ഇപ്പോൾ ഒരു ഫ്ലവറിന് ഒരു ഓവറി ഉള്ളുവെങ്കിൽ എന്താണ് അവിടെ ഒരു ഫ്രൂട്ടാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇഫ് ഫ്ലവർ ഹാസ് ഓൺലി വൺ ഓവറി മേക്സ് വൺ ഫ്രൂട്ട്. എക്സാമ്പിൾ എന്താണെന്നോ, മാംഗോ, ടൊമാറ്റോ, ബിറ്റർ ഗാർഡ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. അതായത് നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. സിമ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. പഠിക്കാൻ എളുപ്പമാണല്ലോ. അറിയാവുന്ന 2 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, മാംഗോ, ടൊമാറ്റോ, ബിറ്റർ ഗാർഡ്. അപ്പോൾ സിമ്പിൾ ഫ്രൂട്ട് എന്താണ്? സിമ്പിൾ. അപ്പോൾ ഫ്ലവറിന് ഒരു ഓവറി, അതിൽ നിന്നും ഒരു ഫ്രൂട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞ്, 1 ഓവറി 1 ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ 1 ഓവറി 1 ഫ്രൂട്ട് എന്താണ്? സിമ്പിൾ ഫ്രൂട്ട്. എക്സാമ്പിൾ എന്താണ്? മാംഗോ, ടൊമാറ്റോ, ബിറ്റർ ഗാർഡ്. ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ്, സിമ്പിൾ ഫ്രൂട്ട്, സിമ്പിളായിട്ട് ഒരെണ്ണം. ഓക്കെ, അപ്പോൾ 1 ഓവറി 1 ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ, നമ്മുടെ ബിറ്റർ ഗാർഡ്, നമ്മുടെ പാവയ്ക്കയില്ലേ, പാവയ്ക്കയുടെ പൂവിന് എന്താണ്? ഒരു ഓവറേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ആ ഒരു ഓവറിൽ നിന്ന് എന്തുണ്ടാവുന്നു? ബിറ്റർ ഗാർഡ് ഉണ്ടാകുന്നു. ഓക്കെ, ആ പ്ലാന്റിൻ്റെ ഫ്രൂട്ടാണ് ബിറ്റർ ഗാർഡ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും പഠിച്ചുല്ലോ. ഇനി എന്താണോ ഈ അഗ്രിഗേറ്റ് ഫ്രൂട്ട്? നമുക്ക് നോക്കാവേ. അഗ്രിഗേറ്റ് ഫ്രൂട്ട്, if flower has many ovaries, each ovary make a small fruit all joined together. അതായത് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താണോ, 1 flower many ovaries. ഒരു ഫ്ലവറിൽ ഇഷ്ടം പോലെ ഓവറീസ്. ഓരോ ഓവറിയിലും ഓരോ സ്മോൾ ഫ്രൂട്ട്സ് ഉണ്ടാവും. അത് കമ്പൈൻ ചെയ്യും. ഓക്കെ, ഈ സ്ട്രോബെറി, കസ്റ്റാർഡ് ആപ്പിൾ, അതിനൊക്കെ എന്താണ്? അതിൻ്റെ ഫ്ലവറിന് എന്തുണ്ട്? മെനി ഓവറീസ്. അവിടെ നിന്ന് എന്തുണ്ടാവും? സ്മോൾ ഫ്രൂട്ട്സ് ആൻഡ് ജോയിൻ ടുഗെദർ. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കാണാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ഫ്ലവർ നോക്കിക്കേ. ഇവിടെ 1, 2, 3 ഫ്ലവേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ 3 ഫ്ലവേഴ്സിൽ നിന്നും എന്തുണ്ടാവും? സ്മോൾ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇതൊരു സ്മോൾ ഫ്രൂട്ട്, ഇതൊരു സ്മോൾ ഫ്രൂട്ട്, സ്മോൾ ഫ്രൂട്ട്, സ്മോൾ ഫ്രൂട്ട്, സ്മോൾ ഫ്രൂട്ട്. ഇതൊക്കെ ജോയിൻ ചെയ്ത് എന്താണ്? വലിയ ഫ്രൂട്ട് ആയേക്കും അല്ലേ. അപ്പോൾ കസ്റ്റാർഡ് ആപ്പിൾ എന്താണ്? അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. എന്താണ്? കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി. ഇനി നമുക്ക് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അതായത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അതായത് എന്താണ്? മെനി ഫ്ലവേഴ്സ് ജോയിൻ ടുഗെദർ ടു മേക്ക് വൺ ബിഗ് ഫ്രൂട്ട്. ഓക്കെ, അതായത് എന്താണ്? ആ പ്ലാന്റിൽ മെനി ഫ്ലവേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ഫ്ലവേഴ്സ്. മെനി ഫ്ലവേഴ്സിൽ നിന്നും എന്തുണ്ടാവുന്നു? ഒരു വലിയ ഫ്രൂട്ട് ഉണ്ടാവുകയാണ്. ഇഫ് മെനി ഫ്ലവേഴ്സ് in a bunch join together make one big fruit. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, ഒരു വലിയ ഫ്രൂട്ട് അല്ലേ ഈ ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിളൊക്കെ. അവിടെ മെനി ഫ്ലവേഴ്സ് ജോയിൻ ടുഗെദർ എന്നിട്ട് എന്താവും? ഒരു വലിയ ഫ്രൂട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ട്രിക്കായിട്ട് ഇത്ര ഓർത്താൽ മതി. മെനി ഫ്ലവേഴ്സ് join together to make a multiple fruit. ഓക്കെ, ഇവിടെ പൈനാപ്പിൾ. ഓക്കെ, പൈനാപ്പിൾ അപ്പോൾ എന്തിൻ്റെ എക്സാമ്പിളാണ്? മൾട്ടിപ്പിൾ ഫ്ലവേഴ്സ്. പഠിച്ചു എല്ലാവരും? ഇനി നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടി നോക്കാൻ നിങ്ങൾക്ക് എനർജി ഇല്ലേ? അതോ മടുത്തു പോയോ? അപ്പോൾ ഈ കമൻസ് ഒന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. കുറച്ച് പേരൊക്കെ കമൻസ് ഇടുന്നുള്ളൂ. ബാക്കി ആർക്കും മനസ്സിലാകുന്നില്ലേ? അപ്പോൾ എല്ലാവരും കമൻ്റ് ഇട്ടാലാണ് എനിക്ക് ഹാപ്പി ആവുള്ളൂ. ഓക്കെ, എല്ലാവരും വീഡിയോ കാണണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ഇടണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ. പിന്നെ നിങ്ങളുടെ സ്കൂൾ വിശേഷമൊക്കെ എന്താ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നമുക്ക് തീരും കേട്ടോ. ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ഇൻഫ്ലോറസൻസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാ ഇൻഫ്ലോറസൻസ്. പൂങ്കുല, നമ്മുടെ കണിക്കൊന്നയൊക്കെ. അതായത് ഇഷ്ടം പോലെ പൂക്കളല്ലേ. ഓക്കെ, പക്ഷേ ഈ റോസാപ്പൂ എന്ന് പറയുമ്പോൾ ഒരെണ്ണം. പക്ഷെ കണിക്കൊന്ന എന്ന് പറയുമ്പോഴോ ആ ഒറ്റ സ്റ്റെമ്മിൽ
ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ചെത്തിപ്പൂവ്, ഒരു ഫ്ലവറിൽ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ഫ്ലവർ ക്യാൻ ഗ്രോ എലോൺ ലൈക്ക് എ റോസ്. ഓക്കെ, അല്ലെങ്കിൽ ഓർ മെനി ഫ്ലവേഴ്സ് ഗ്രോ ടുഗെദർ ഓൺ ദ സെയിം ബ്രാഞ്ച്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ചെത്തിപ്പൂവ്, കണിക്കൊന്ന, അപ്പം അതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നമ്മുടെ ഇൻഫ്ലോറസൻസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ വെൻ ഫ്ലവേഴ്സ് ഗ്രോ ടുഗെദർ ഇൻ എ ഗ്രൂപ്പ്, അതിന് പറയുന്ന പേരെന്താണ്? ഇൻഫ്ലോറസൻസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വെൻ ഫ്ലവേഴ്സ് ഗ്രോ ടുഗെദർ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് എന്ത്? ഇൻഫ്ലോറസൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, വെൻ ഫ്ലവേഴ്സ് ഗ്രോ ടുഗെദർ ഓൺ എ ബ്രാഞ്ച്, ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? ഇൻഫ്ലോറസൻസ്. പഠിച്ചു എല്ലാവരും? അപ്പം നോക്കിക്കേ, നമ്മുടെ മാംഗോ ട്രീയിലെ ഇൻഫ്ലോറസൻസ് എന്ത് രസമല്ലേ? അപ്പോൾ ഈ ഓരോ ഫ്ലവറും എന്തായിട്ട് വരുന്നുണ്ട്? നമ്മുടെ മാങ്ങയായിട്ട് വരുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബനാന പ്ലാന്റിൽ ഓരോ ഫ്ലവറും എന്തായിട്ട് വരിക? ഓരോ വാഴപ്പഴങ്ങളാവുക അല്ലേ? മനസ്സിലായോ? അപ്പോൾ നമ്മുടെ എവിടെയൊക്കെ എക്സാമ്പിൾസ് ഇത് പറയാം കേട്ടോ. ഇൻഫ്ലോറസൻസ് ഇൻ മാംഗോ ട്രീ, ഇൻഫ്ലോറസൻസ് ഇൻ ബനാന പ്ലാന്റ്, പിന്നെയോ വേറെ ഒരെണ്ണം ഉണ്ടല്ലോ, നമ്മുടെ ഇൻഫ്ലോറസൻസ് ഓഫ് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടിലും ഓരോ ഫ്ലവറും എന്താവുക? നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ആവുക. എല്ലാവർക്കും ചക്കപ്പഴമൊക്കെ ഇഷ്ടമാണോ? എല്ലാവരുടെയും വീട്ടിൽ ചക്കപ്പഴമൊക്കെ ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും മടുത്തു പോയോ? എല്ലാവരും ഉഷാറായിട്ട് ഇന്ന് തന്നെ ഇത് പഠിച്ചു തീർക്കോ? ഉറപ്പാണോ? അപ്പോൾ എല്ലാവരും കമൻസ് ഇടാൻ മറക്കുമോ? അപ്പോൾ നമുക്ക് നാളെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട്, നാളെയോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. സീ യു ഓൺ നെക്സ്റ്റ് ഡേ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ അതെ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. നമുക്കിന്ന് നമ്മുടെ ചാപ്റ്റർ തീർക്കണം. ഓക്കെ, എല്ലാവരും റെഡി ആണോ? എന്നിട്ട് നാളെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യണം. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോ? എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതെന്ത് പഴ? എല്ലാവർക്കും ഇഷ്ടമാണോ? എന്ത് പഴ? കശുവണ്ടി. എന്ത് രുചിയായാലേ മറ്റേ പഴത്തിന്. എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവരുടെയും വീട്ടിലുണ്ടോ? ആരുടെയും വീട്ടിൽ ഇത് കൃഷി ചെയ്യുന്നവരുണ്ടോ? ആരുടെയും വീട്ടിലുണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ കാണൂലേ? ഇത് പല കളറിലുള്ള അല്ലേ? മഞ്ഞയുണ്ട്, പിന്നെ ഏതാ ചുമപ്പുണ്ട്, പിന്നെയോ വേറെ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടോ? ഓറഞ്ച് ഉണ്ടല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഫ്രൂട്ട്സിന് ഒരു പേര് പറയുകയാണെ സ്യൂഡോ ഫ്രൂട്ട്സ്. സ്യൂഡോ ഫ്രൂട്ട്സ്, അതായത് സ്യൂഡോ ഫ്രൂട്ട്സും ഉണ്ട്, ട്രൂ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഈ ട്രൂ ഫ്രൂട്ട്, നമുക്ക് എന്താണ് ട്രൂ ഫ്രൂട്ട് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, ഓവറിയിൽ നിന്നും വരുന്ന ആരാണ്? നമ്മുടെ ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് വരുന്നതെങ്കിൽ ആ ഫ്രൂട്ടിന് പറയുന്ന പേരെന്താണെന്നോ? ട്രൂ ഫ്രൂട്ട്. കംസ് ഓൺലി ഫ്രം ഓവറി. ഓവറിൽ നിന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ട്രൂ ഫ്രൂട്ട്. ഒന്നും കൂടി പറഞ്ഞ എല്ലാവരും, കംസ് ഓൺലി ഫ്രം ഓവറി, അതിന് പറയുന്ന പേരെന്താണ്? ട്രൂ ഫ്രൂട്ട്. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞ്, കംസ് ഓൺലി ഫ്രം ഓവറി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്യൂഡോ ഫ്രൂട്ട്. ഇവൻ അല്പം ഉഴപ്പന. ഇവനെ അതായത് ഓവറിൽ നിന്നും വരും, അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ വേറെ കുറേ പാർട്സ് നമ്മൾ പഠിച്ചില്ലേ? ആ പാർട്സിൽ നിന്നൊക്കെ എന്ത് വരും? ഫ്രൂട്ട് വരും. ഓക്കെ, അവൻ്റെ പേരാണ്, ആ ഫ്രൂട്ടിൻ്റെ പേരാണ് എന്ത്? സ്യൂഡോ ഫ്രൂട്ട്. കംസ് ഫ്രം ഓവറി ആൻഡ് അതർ പാർട്സ് ഓഫ് ഫ്ലവർ. എക്സാമ്പിളാണ് ആര്? നമ്മുടെ കാഷ്യൂനട്ട്. മനസ്സിലായോ? നമ്മുടെ സ്യൂഡോ ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ആര്? കാഷ്യൂ. പഠിച്ചോ എല്ലാവരും? വേറെ എക്സാമ്പിൾസും ഉണ്ട്. അതായത് നമ്മുടെ ആപ്പിളില്ലേ, ആപ്പിളും ഈ പറയുന്ന നമ്മുടെ തലാമസിൽ നിന്ന് ആപ്പിൾ ഉണ്ടാവും, അതായത് ഫ്രൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പിയർ എന്ന് പറയുന്ന ഫ്രൂട്ടും നമ്മുടെ തലാമസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓവറിൽ നിന്നും ഉണ്ടാവും, തലാമസിൽ നിന്നും ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ,
ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് മാംഗോ, ഗുവ, പപ്പായ, കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി, പുളിയാൽത്തിയ, പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്, ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ, റോസ് ആപ്പിൾ, അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രൂട്ട്സൊക്കെ സിമ്പിൾ ഫ്രൂട്ടാണോ, അഗ്രിഗേറ്റ് ഫ്രൂട്ടാണോ, മൾട്ടിപ്പിൾ ഫ്രൂട്ടാണോ, സ്യൂഡോ ഫ്രൂട്ടാണോ തരം തിരിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചർ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സിമ്പിൾ ഫ്രൂട്ടിൻ്റെ 2 എക്സാമ്പിൾ പഠിക്കുക. മാംഗോ, പപ്പായ, ഗുവ. എളുപ്പമുള്ളതല്ലേ? ഗുവ എന്താ? പേരയ്ക്കയല്ലേ? അഗ്രിഗേറ്റ് ഫ്രൂട്ടിനും എക്സാമ്പിൾ പഠിക്കുക. കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി, പുളിയാൽത്തിയ ഫ്രൂട്ട്. അങ്ങനെ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ പഠിച്ചു വെക്കണതിന് പ്രശ്നമുണ്ടോ? ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ടിനും എക്സാമ്പിൾ പഠിക്കുക. നമുക്കറിയാവുന്ന ഫ്രൂട്ട്സിൻ്റെ പേര് പഠിച്ചോ. പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്. ഓക്കെ. ഇനി സ്യൂഡോ ഫ്രൂട്ട് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഏതൊക്കെയാണ്? കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ആപ്പിൾ, റോസ് ആപ്പിൾ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്. അപ്പോൾ നിങ്ങൾ ആകെ എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. എക്സാമ്പിൾസ് 2 എണ്ണം വെച്ച് എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യം പഠിച്ചോ? അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് എന്തിൻ്റെ എക്സാമ്പിളാണ്? അവനൊരു സ്യൂഡോ ഫ്രൂട്ടാണ്. മനസ്സിലായോ? അപ്പോൾ സ്യൂഡോ ഫ്രൂട്ട് എന്താണെന്ന് എല്ലാവരും പഠിച്ചോ? കംസ് ഫ്രോം ഓവറി ആൻഡ് അതർ പാർട്സ് ഓഫ് ഫ്ലവർ. എക്സാമ്പിൾ നിങ്ങൾ ആപ്പിൾ, കാഷ്യൂനട്ട് ഒക്കെ നിങ്ങൾ പഠിച്ചോട്ടോ. ഇനി ഇതെന്ത് രസമല്ലേ? നമ്മുടെ സൂര്യകാന്തി, അതുപോലെ തന്നെ നല്ല ചുമന്ന റോസാപ്പൂ, ബന്ദിപ്പൂ വലിയ തോട്ടത്തിൽ കൃഷി ചെയ്തേക്കുന്നതല്ലേ? അപ്പോൾ എന്ത് രസമാണ്. അപ്പോൾ എന്തിനായിരിക്കും ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ കൃഷി ചെയ്യുന്നത് എന്താ? ഈ മൂന്നാറൊക്കെ പോകുമ്പോഴേ നമ്മുടെ ഒരു വലിയ സ്ഥലം നിറച്ച് സൂര്യകാന്തി കാണാൻ പറ്റും. ഈ സൂര്യകാന്തിയുടെയൊക്കെ പ്രയോജനം എന്താ? അല്ലെങ്കിൽ ഒരു തോട്ടം നിറയെ ബന്ദിപ്പൂ ഇടണം എന്തിനായിരിക്കും? അതേലേ, നമ്മുടെ ഓണമൊക്കെ വരുമ്പോൾ ബന്ദിപ്പൂവിന് എന്ത് ഡിമാൻഡാണ്. നമ്മളെല്ലാം പൂക്കളിടാൻ വേണ്ടി ഈ ബന്ദിപ്പൂ വാങ്ങത്തില്ലേ? അതുപോലെ തന്നെ റോസാപ്പൂക്കൾ വാങ്ങാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ മണവാളനും മണവാട്ടിക്കൊക്കെ നമ്മൾ എന്താണ് ബൊക്കെയൊക്കെ കൊടുക്കില്ലേ? അതിനൊക്കെ എന്താണ് ഫ്ലവറിൻ്റെ ആവശ്യമില്ലേ? അതുപോലെ തന്നെ സൂര്യകാന്തിയിൽ നിന്ന് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, നിങ്ങളുടെ വീട്ടിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഇങ്ങനെ വലിയ തോട്ടത്തിൽ നിറയെ ഫ്ലവേഴ്സ് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ആ കൃഷിക്ക് പറയുന്ന പേരെന്താണെന്നറിയോ? എന്തായിരിക്കും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്ലോറികൾച്ചർ. ഓക്കെ. എന്താണ് ഫ്ലോറികൾച്ചർ? അതായത് എന്താണ്? ഫാമിംഗ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ എന്താണ്? കൃഷി. ഓക്കെ. ഇറ്റ് മീൻസ് അതായത് എന്താണ്? ഗ്രോയിങ്, അവരെ വളർത്തുക, ആൻഡ് സെല്ലിങ് ഫ്ലവേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? അവരെ വിൽക്കുക. എന്തിനു വേണ്ടിയാ? ഫോർ ഡിഫറെൻറ്റ് യൂസസ് ലൈക്ക് ഡെക്കറേഷൻ, മെഡിസിൻ ഉപയോഗിക്കും, പെർഫ്യൂംസിന് ഉപയോഗിക്കും, ഫെസ്റ്റിവൽസിനൊക്കെ, നമ്മുടെ ഓണം പോലെയുള്ള ഫെസ്റ്റിവൽസിന് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി. ഈ പെർഫ്യൂമൊക്കെ ജാസ്മിൻ്റെ പെർഫ്യൂം അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കും, മെഡിസിൻ ഉപയോഗിക്കും, ഡെക്കറേഷൻ ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ ഫ്ലോറികൾച്ചർ ഇപ്പം തന്നെ പഠിക്കുക. എന്താണ്? ഫാമിംഗ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലോറികൾച്ചർ, ഫാമിംഗ് ഓഫ് ഫ്ലവേഴ്സ്. എല്ലാവരും പഠിച്ചോ? ഫ്ലോറി എന്ന് കാണുമ്പോൾ തന്നെ എന്താണ്? ഫ്ലവർ, അതിൻ്റെ എന്താണ്? കൃഷി. അപ്പോൾ എല്ലാവരും പഠിച്ചോ? ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നാ? വൈ ഈസ് ഇറ്റ് യൂസ്ഫുൾ? അപ്പം നിങ്ങളിവിടെ ഡാർക്കായിട്ട് എഴുതിയ പോയിൻറ്റ്സ് ഇല്ലേ, അത് പഠിച്ചാൽ മതി കേട്ടോ. എന്തിനൊക്കെയാണ്? ഡെക്കറേഷൻ, അതായത് ഇൻ വെഡ്ഡിങ്സ്, ഫങ്ഷൻസ്, ബൊക്കെ കൊടുക്കാനായിട്ട്, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ ആ ഡെക്കറേഷൻ എന്ന പോയിന്റ് പഠിച്ചാൽ മതി. ഇനി മെഡിസിൻ, അതായത് സം ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഇൻ ആയുർവേദിക് ആൻഡ് ഹെർബൽ മെഡിസിൻസ്. ഈ ആയുർവേദമൊക്കെ ഇല്ലേ, അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യും. പിന്നെ പെർഫ്യൂം, ഫ്ലവേഴ്സ് ലൈക്ക് റോസ്, ജാസ്മിൻ യൂസ്ഡ് ഇൻ സെൻസ്. അപ്പോൾ പെർഫ്യൂം ഉണ്ടാക്കാൻ. ഫുഡ്, സം ഫ്ലവേഴ്സ് ആർ ഈറ്റൺ. ഏതൊക്കെയാണ്? കോളിഫ്ലവർ, ബ്രൊക്കോളി ഓർ യൂസ് ടു മേക്ക് ടീ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളിഫ്ലവറൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ അതൊക്കെ എന്താണ്? ഫ്ലവർ അല്ലേ? പിന്നെ കൊമേർഷ്യൽ യൂസ്, അതായത് എന്താണ്? അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ.
ടു സെൽ എന്ന് പറഞ്ഞാലും മതി. കൊമേർഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ ടു സെൽ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എല്ലാവരും പറഞ്ഞേ. ഡെക്കറേഷൻ, മെഡിസിൻ, പെർഫ്യൂം, ഫുഡ്, കൊമേർഷ്യൽ. 5 കാര്യങ്ങൾ. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞേ. ഡെക്കറേഷൻ, പെർഫ്യൂം, ഫുഡ്, കൊമേർഷ്യൽ യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ഓർത്തിരിക്കുക. നമ്മൾ പൈസ കൊടുത്ത് എന്ത് വാങ്ങിച്ചു? ഒരു പെർഫ്യൂം വാങ്ങിച്ചു. പിന്നെ എന്താ വാങ്ങിച്ചേ? പെർഫ്യൂമും വാങ്ങിച്ചു. പിന്നെ നമ്മൾ എന്ത് വാങ്ങിച്ചു? കുറച്ച് മെഡിസിൻസും വാങ്ങിച്ചു. എന്നിട്ട് നമ്മളൊരു കല്യാണത്തിന് പോയി. കല്യാണം, ഡെക്കറേഷൻ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ച് കല്യാണത്തിന് പോയി. എന്നിട്ടോ വയറ് നിറച്ച് ഫുഡ് അടിച്ചു. എന്നിട്ട് നമ്മൾ പൈസ കൊടുത്ത് എന്ത് വാങ്ങിച്ചു? മെഡിസിൻ വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുമോ? അപ്പോൾ പെർഫ്യൂം, ഡെക്കറേഷൻ, ഫുഡ്, മെഡിസിൻ, കൊമേർഷ്യൽ യൂസ്. അപ്പോൾ ആ ഓർഡറിൽ പഠിച്ചാൽ നമ്മൾ മറന്നു പോവില്ല. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് പെർഫ്യൂമൊക്കെ അടിച്ച് കല്യാണത്തിന് പോയിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ച് നിങ്ങൾ പൈസ കൊടുത്ത് എന്ത് വാങ്ങിച്ചു? മെഡിസിൻ വാങ്ങിച്ചു. ഓക്കെ ആണോ? ഇനി ഇതുപോലെ നട്ടുപിടിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? അപ്പോൾ നിങ്ങൾ ആ ഫ്ലവേഴ്സിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം കേട്ടോ. എല്ലാ ഫ്ലവേഴ്സിൻ്റെ പേര് പഠിക്കേണ്ട. ഒരു 4 ഫ്ലവേഴ്സിൻ്റെ പേര് പഠിക്കാവോ? റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, മാരിഗോൾഡ്, ആന്തൂറിയം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4 ഫ്ലവേഴ്സിൻ്റെ പേര് പഠിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഏതൊക്കെയാണ്? റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, മാരിഗോൾഡ്, ആന്തൂറിയം. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യം എല്ലാവരും പഠിച്ചു മിടുക്കരായിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നുവെന്നേ. അപ്പോൾ എന്താണ്, പെട്ടെന്ന് തീർന്നു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കണം. ഉടനെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ആ ക്വസ്റ്റ്യൻസും പഠിക്കണം. എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാവുള്ളൂ. ഈ പ്രാവശ്യം നമ്മൾ ഫുൾ മാർക്ക് വാങ്ങി നമ്മൾ നമ്മുടെ പേരൻസിനെയൊക്കെ ഹാപ്പി ആക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരും താഴെ പറയുമോ നല്ല ക്ലാസ് ആയിരുന്നു എന്ന്? അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.